തൊട്ടടുത്ത കാലഘട്ടത്തിൽ സംഭവിച്ചത്, അതിനുശേഷമുള്ള കാലഘട്ടത്തിൽ സംഭവിച്ചത്, ഓരോ നൂറ്റാണ്ടുകളിലും സംഭവിച്ചത്, ഇനി ലോകാവസാനത്തോടനുബന്ധിച്ചുകൊണ്ട് സംഭവിക്കാനിരിക്കുന്നത്, ഇങ്ങനെ വേർതിരിച്ചുകൊണ്ട് മഹാന്മാരായ ഉലമാക്കൾ പ്രവാചകന്റെ ഈ പ്രവചനങ്ങളെ വേർതിരിച്ച് വിശദീകരിച്ചത് കാണാൻ സാധിക്കും. അതിൽ ലോകത്ത് സംഭവിച്ചു കഴിഞ്ഞ റസൂലുള്ളാഹിയുടെ ഒരു മുഅ്ജിസത്താണിത്. പ്രവാചകന്റെ ഒരു പ്രവചനമാണിത്. ഇത് സംഭവിച്ചു ലോകത്ത്. നിങ്ങൾ കമ്പയർ ചെയ്തോളൂ. ഖുർആൻ എടുത്തിട്ട് യഹൂദികളെ കുറിച്ച് ഖുർആൻ പറഞ്ഞ ആയത്തെടുക്ക്, അല്ലാഹു അവരെ വിമർശിച്ച ആയത്തുകൾ എടുക്ക്. സൂറത്ത് ജുമുഅയിൽ തന്നെ ആയത്ത് എന്ത്? യഹൂദികളെ കുറിച്ച് തൗറാത്ത് നൽകപ്പെട്ടവരെ കുറിച്ച് ഖുർആൻ പറഞ്ഞതാണത്. എന്താ പറഞ്ഞത്? മതലുൽ ലദീന ഹുമ്മിലുത് തൗറാത ثم لم يحملوها كمثل الحمار يحمل أسفارا بئس مثل القوم الذين كذبوا بآيات الله والله لا يهدي القوم الظالمين. مثل الذين حملوا التوراة, തോറ നൽകപ്പെട്ട ആളുകളെ കുറിച്ച് ഖുർആൻ പറയുകയാണ്. അവരുടെ ഉപമ തോറ കൊണ്ട് നടക്കുന്ന ആളുകൾ ആരാണത്? യഹൂദികളാണ്. യഹൂദികളാണ് തോറ കൊണ്ട് നടക്കുന്നത്. ആ തൗറാത്ത് വഹിക്കുന്ന ആളുകൾ മതലുൽ ലദീന ഹുമ്മിലുത് തൗറാത്ത്, തൗറാത്ത് വഹിപ്പിക്കപ്പെട്ടവരുടെ ഉപമ കമതലിൽ ഹിമാരി, കഴുതയുടെ ഉപമയാകുന്നു. ഖുർആൻ പറയാണ് കഴുതയുടെ ഉപമയാണ്. എന്താണ്? യഹ്മിലു അസ്ഫാറ, എങ്ങനെയുള്ള കഴുത? ഏട് ചുമക്കുന്ന കഴുത, ഏടുകൾ കൊണ്ട് നടക്കുന്ന കഴുതയുടെ ഉപമയാണ് തൗറാത്ത് നൽകപ്പെട്ടവന്റെ ഉപമ. കരുന്ത ഉപ്പ ഇത് കൊണ്ട് നടക്കുന്നതല്ല, അതിന്റെ ഉള്ളിലുള്ളതെന്നാത് ഇതുവരെ മനസ്സിലായിട്ടില്ല. എന്താണ് ഈ തോറയിലുള്ളത്, ഈ തൗറാത്തിലുള്ളത്? അത് അവർക്ക് മനസ്സിലാകുന്നില്ല. ഇതിലുള്ളത് എന്തെന്ന് അവർക്കറിയില്ല. അല്ലാഹു അവരോട് പറഞ്ഞത് എന്ത്? തൗറാത്തിലൂടെ അല്ലാഹു അവർക്ക് നൽകുന്നത് എന്ത് അവർക്ക് അറിഞ്ഞൂടാ. പക്ഷെ അവർ കൊണ്ടു നടക്കും. തൗറാത്ത് ചുമന്ന് നടക്കുന്നു എന്ന് ഖുർആൻ പറയാം. ഖുർആൻ അവിടെ അവസാനിപ്പിച്ചില്ല. അല്ലാഹുവിന്റെ ആയത്തുകളെ വ്യാജമാക്കുന്നവരുടെ ഉപമ എത്ര മോശമാണ്. അല്ലാഹുവിന്റെ ആയത്തുകളെ വ്യാജമാക്കുന്നവരുടെ ഉപമ എത്രയോ മോശമാണ്. ഇതെന്താ പറഞ്ഞ? അക്രമികളായ അവിവേകികളായ ഒരു ജനതയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും ഹിദായത്തിലേക്ക് കൊണ്ടുവരികയില്ല എന്ന് ഖുർആൻ പറഞ്ഞു. ഇത് തൗറാത്ത് നൽകപ്പെട്ട ആളുകളെ കുറിച്ച് ഖുർആൻ പറഞ്ഞതാണെങ്കിൽ, സുഹൃത്തുക്കളെ, നമ്മുടെ മുസ്ലിം ഉമ്മത്തിന് അല്ലാഹു അവർക്ക് തൗറാത്ത് കൊടുത്തതുപോലെ നമുക്ക് തന്നതാണ് വിശുദ്ധമായ ഖുർആൻ. വിശുദ്ധമായ ഖുർആൻ നമുക്ക് വേദഗ്രന്ഥമായി അല്ലാഹു തന്നു. പക്ഷേ നമുക്ക് ഒരു ഉപമ, ഖുർആൻ നമ്മൾ തമ്മിലുള്ള ഒരു ഉപമ പറഞ്ഞാൽ ഖുർആൻ നമ്മൾ പഠിച്ചോ? ഖുർആൻ നമുക്കറിയോ? ഖുർആനുമായി നമുക്കുള്ള ബന്ധം എന്താണ്? ആരെങ്കിലും മരിക്കുമ്പോ അവിടെ ഓതും, ഖുർആൻ എടുത്തിട്ട് ചെല്ലും. എന്നിട്ടോ അവിടെ നിയമം പറയണം. എന്താ നിയമം പറയുന്നത്? ഒരിക്കലും അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്നവർക്ക് നാശം. എല്ലാ കള്ളക്കച്ചവടമൊക്കെ കഴിഞ്ഞിട്ട് അവസാനം വന്ന് സലാമത്തായി കിടക്കുമ്പോ പറയണത് അളവിലും തൂക്കത്തിലും കൃത്രിമം നടത്തുന്ന ആളെ നിങ്ങൾക്ക് നാശം. ഇത് സത്യത്തില് ജീവിച്ചിരുന്ന സന്ദർഭത്തിൽ മൂപ്പര് കച്ചവടം നടത്തുമ്പോ മൂപ്പരോട് പറഞ്ഞു കൊടുക്കേണ്ടതാണ്. പക്ഷേ ആ സന്ദർഭത്തിൽ അദ്ദേഹത്തോട് പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് അറിയില്ല, അദ്ദേഹം പഠിച്ചില്ല, മനസ്സിലാക്കിയിട്ടില്ല. കാര്യം കച്ചവടം ചെയ്യുമ്പോ അവിടെ ദീനും ഇസ്ലാമും ഒക്കെ നോക്കി നിന്നാല് നമുക്ക് കച്ചവടം നടക്കൂല എന്ന് മനസ്സിലാക്കിയ ഒരു കാക്കയാണത്. മനസ്സിലാക്കണം. അദ്ദേഹം അങ്ങനെ ജീവിച്ചു. മരിക്കുമ്പോൾ അവിടെ പോയിട്ട് ഇങ്ങനെ ആയത്ത് ഓതി കൊടുക്കണം, ഹത്തം ഓതി കൊടുക്കണം, ഹത്തം ഓതി കൊടുക്കണം. ആർക്ക്? മരിച്ചാക്ക്. ജീവിച്ചിരിക്കണവനോ? ജീവിച്ചിരിക്കണ ഒരു ജുസു പോലും വേണ്ട. മരിച്ചാക്കുന്ന ഹത്തം മൊത്തത്തിൽ ഇങ്ങോട്ട് കൊടുക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വിശുദ്ധ ഖുർആൻ എങ്ങനെ മരിച്ചാക്ക് പറഞ്ഞു കൊടുക്കാനുള്ളതാ? ആണോ? അല്ല, നേരെ മറിച്ച് സൂറത്ത് യാസീൻ അല്ലാഹു പറയാണ്, ഇത് ജീവിച്ചിരിക്കുന്നവർക്ക് താക്കീത് ചെയ്യാനുള്ള ഗ്രന്ഥമാണ്. ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ, അവർക്ക് താക്കീത് നൽകാൻ, അവരെ നേർവഴിക്ക് നടത്താനുള്ള കിതാബാണിത്. പക്ഷെ നമ്മൾ പഠിച്ചോ ഖുർആൻ? അല്ലാഹുവിന്റെ ഖുർആൻ. ആ ഖുർആൻ നമ്മളിങ്ങനെ ചുമക്കുന്നില്ലേ? നമ്മൾ അറ്റത്ത് വെക്കുന്നില്ലേ? നമ്മൾ കൊണ്ടു നടക്കുന്നില്ലേ? ഉംറക്ക് പോകുമ്പോ 5-6 മുസ്ഹഫൊക്കെ കൊണ്ടുവരുന്നത്. കാര്യം അവിടെ ഫ്രീ കിട്ടും. ഇവിടെ പോയിട്ട് 400-500 കൊടുക്കണോ? അവിടുന്ന് ഫ്രീ കിട്ടുമ്പോ 5-6 ഒക്കെ ഉംറക്ക് പോകുമ്പോ ചുമന്നുകൊണ്ട് വരുന്നത്. പക്ഷേ സൂറത്തുൽ ഫാത്തിഹയുടെ പോലും അർത്ഥം പൂർണ്ണമായി ഗ്രഹിക്കാനോ ആശയം പൂർണ്ണമായി ഗ്രഹിക്കാനോ എന്താണ് ഈ പറയുന്നത് എന്ന് മനസ്സിലാക്കാനോ രാജാതിരാജനായ റബ്ബ് എന്നോട് നൽകുന്ന സന്ദേശം എന്ത് എന്ന് അറിയാനോ നമ്മൾ പണിയെടുത്തില്ല. നമ്മൾ പറഞ്ഞു ഞാൻ മലയാളിയാണ്, ഖുർആൻ അറബിയാണ്. മനസ്സിലാക്കണം. നമ്മളെന്താ പറഞ്ഞത്?
മനസ്സിലാകുന്നില്ല. ഇത് പറഞ്ഞതിന്റെ പിറ്റേന്നാണ് ഗൾഫിൽ നിന്ന് ഒരു വിസ വന്നത്. നോക്കും, ഫുള്ള് അറബി, എഴുതുന്ന മുഴുവൻ അറബി, ജോലി എന്താണ് അറബിയിൽ, സാലറി ഉണ്ടോ പെർമനന്റ് ആണോ അറബിയിൽ. ഇത് കൈ കിട്ടി. ഇയാൾ എന്താ പറഞ്ഞത്? ഞാൻ മലയാളിയാണ്, വിസ അറബിയാണ്, അതുകൊണ്ട് തൽക്കാലം ഞാൻ പോണില്ല എന്നല്ല. നേരെ ചതും കൊണ്ട് പാഞ്ഞു. ഖത്തീബിന്റെ അടുക്ക ചെന്നു. ഖത്തീബ് പറഞ്ഞു, വേറൊരു വാദ്യരുണ്ട്, അവിടെ പോയി ചോദിക്കുന്നത്. അങ്ങനെ അവിടെ പോയി ഇങ്ങനെ ഓരോ സ്ഥലത്തും അതുമായി നടന്നു. എന്തിനാ? ഈ വിസയിലുള്ളത് എന്തെന്ന് അറിയാനാണ്. ഇത് കറക്റ്റ് വിസയാണോ എന്നറിയാനാണ്. ഇത് തട്ടിപ്പാണോ വെട്ടിപ്പാണോ എന്നറിയാനാണ്. അത് അറബിയിലായതുകൊണ്ട് മാറ്റിവെച്ചില്ല. കാര്യം അത് ഉപജീവനത്തിന്റെ കാര്യമാണ്, ദുനിയാവിന്റെ പ്രശ്നമാണ്. എന്നാൽ ദുനിയാവിലേക്കും ആഖിറത്തിലേക്കും ആവശ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടി തന്ന നമ്മുടെ ജീവിതത്തിന്റെ മാനിഫെസ്റ്റോയായ വിശുദ്ധ ഖുർആൻ, അത് പഠിച്ചോ പഠിച്ചില്ല, മനസ്സിലാക്കിയോ മനസ്സിലാക്കിയില്ല, എന്തുകൊണ്ട് പഠിക്കാൻ താല്പര്യമില്ലാഞ്ഞിട്ടല്ല. ഏതൊരു നാടിനോടും നിങ്ങൾ സംസാരിച്ചോളൂ, ഏതൊരാളോടും നിങ്ങൾ സംസാരിച്ചോളൂ, നിങ്ങൾക്ക് ഖുർആൻ പഠിക്കണമെന്നുണ്ടോ, നിങ്ങൾക്ക് ആയത്ത് പഠിക്കണമെന്നുണ്ടോ, അവര് പറയും ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് സമയം മാറ്റിവെക്കാൻ തയ്യാറാണ്, ഖുർആൻ പഠിക്കാൻ, അതിന്റെ ആശയം ഗ്രഹിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ ആ രൂപത്തിൽ സാധാരണക്കാരായ മനുഷ്യർക്ക് താല്പര്യം കാണിച്ചിട്ടും ഉലമാഉകൾ എന്നറിയപ്പെടുന്ന സമൂഹത്തിന്റെ മുകളിൽ നിൽക്കുന്നു എന്നറിയപ്പെടുന്ന ഒരു സംഘം ആളുകള് നമുക്കറിയാം, അവർ ഈ സമൂഹത്തോട് പറഞ്ഞു, നിങ്ങൾ ഖുർആനൊന്നും പഠിക്കേണ്ടതില്ല, നിങ്ങൾ ഖുർആനൊന്നും ഗ്രഹിക്കേണ്ടതില്ല, മാത്രമല്ല വിശുദ്ധ ഖുർആനിന്റെ പരിഭാഷകൾ പോലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതില്ല. മാത്രമല്ല കേരളത്തിന്റെ മണ്ണിൽ സലഫികൾ കടന്നു വന്നു, മുജാഹിദുകൾ കടന്നു വന്നു. ഒരു സമൂഹത്തിന്റെ മാറ്റം ഖുർആൻ കൊണ്ടാണ്, ഹദീസ് കൊണ്ടാണെന്ന് മനസ്സിലാക്കി കൃത്യമായി ഖുർആനിനെ മുൻഗാമികളായ ആളുകൾ വ്യാഖ്യാനിച്ചതുപോലെ അതെ മുൻകാല തഫ്സീറുകൾ വായിച്ചു പഠിച്ചു മനസ്സിലാക്കി ബൃഹത്തായ ഖുർആൻ പരിഭാഷകൾ തയ്യാറാക്കി അത് ജനങ്ങളുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോ ആ കാലഘട്ടത്തിൽ അത് കണ്ടുകൊണ്ട് ചില ഉസ്താദുമാര്, ചില മുസ്ലിയാക്കന്മാര്, സമസ്തയിലെ തന്നെ ചില പണ്ഡിതന്മാര് അത് അനുകരിച്ചുകൊണ്ട് അവരും ഖുർആൻ പരിഭാഷകളുമായി രംഗത്ത് വന്നപ്പോ 1983 ഫെബ്രുവരി മാസത്തിൽ ഒരു പുസ്തകം ഒരു മഞ്ഞച്ചട്ടയുമായി പുറത്തിറങ്ങി. ആ പുസ്തകത്തിന്റെ പേര് തഹദീറുൽ ഇഖ്വാൻ മിൻ തർജിമത്തിൽ ഖുർആൻ. ഖുർആൻ ഭാഷാന്തരം ചെയ്യുന്നതിൽ നിന്ന് സഹോദരങ്ങളെ നിങ്ങൾക്ക് ചെയ്യുന്ന താക്കീത്, നിങ്ങൾക്ക് താക്കീത് നൽകുകയാണ്. ഖുർആൻ പരിഭാഷപ്പെടുത്താൻ പാടില്ല, ഖുർആൻ അർത്ഥം പറയാൻ പാടില്ല. വിശുദ്ധ ഖുർആനിൽ ഓതൽ നിർബന്ധമായത് ഫാത്തിഹ മാത്രമേ ഉള്ളൂ. ആ നിർബന്ധമായ ഓതൽ നിർബന്ധമായ ഫാത്തിഹയുടെ പോലും അർത്ഥം പഠിക്കൽ നിർബന്ധമില്ല, പ്രത്യേകം സുന്നത്തും ഇല്ല. സൂറത്തുൽ ഫാത്തിഹയുടെ പോലും അർത്ഥം പഠിക്കൽ നിർബന്ധമില്ല, പ്രത്യേകം സുന്നത്തും ഇല്ല എന്ന് പറയാൻ പച്ചമലയാളത്തിൽ പുസ്തകം പുറത്തുവിട്ടത് നമ്മുടെ നാട്ടിലെ ജബ്രകളോ യുക്തന്മാരോ ഒന്നുമല്ല, നേരെ മറിച്ച് തലപ്പാവ് വെച്ച നല്ല ഒന്നാന്തരം ഉസ്താദുമാരാണ് കിതാബ് ഇറക്കിയത്. ഖുർആൻ പഠിക്കണ്ട, ഖുർആൻ പഠിക്കേണ്ട നിർബന്ധമില്ല. പിന്നെന്താണ് പിന്നെ ഞങ്ങൾ നിങ്ങൾക്ക് കുറച്ച് കിതാബ് തരാം, അത് പഠിച്ചാ മതി, ആ കിതാബ് തരാം. ഇതന്നെ മുമ്പ് സംഭവിച്ചത്. തൗറാത്തിന്റെ ആളുകൾക്ക്, ഇഞ്ചീലിന്റെ ആളുകൾക്ക് സംഭവിച്ചത് അതാണെന്ന് ഖുർആൻ പറയാണ്. അവർക്ക് നൽകിയ വേദഗ്രന്ഥം പഠിക്കുകയോ അത് സ്വീകരിക്കുകയോ അത് ചുമക്കുകയോ അത് വഹിക്കുകയോ ചെയ്തില്ല. അത് ചുമന്നു, പക്ഷെ അതിന്റെ ഉള്ളിലുള്ളത് എന്തെന്ന് മനസ്സിലാക്കിയില്ല അവര്. അതിന് പകരം അവർ ചെയ്തത് ഫവൈലുൽ ലില്ലദീന യക്തുബൂനൽ കിതാബ ബിഐദീഹിം ثم يقولون هذا من عند الله ليشتروا به ثمنا قليلا فويل لهم مما كتبت أيديهم وويل لهم مما يكسبون. സൂറത്തുൽ ബഖറ അതിന്റെ 78-79 ആയത്തുകൾ വായിച്ചു നോക്കി. അല്ലാഹു പറയാണ് ആരെക്കുറിച്ച്? തൗറാത്തും അതുപോലെ തന്നെ ഇഞ്ചീലും ഒക്കെ കൊടുത്ത ആളുകൾ, ആ വേദത്തിന്റെ ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം മിൻഹും ഉമ്മിയൂൻ, അവരിലുണ്ട് ചില ഉമ്മിയുകളായ ആളുകൾ. ലാ യഅലമൂനൽ കിതാബ, അവർക്ക് ഈ കിതാബിനെ കുറിച്ച്, അല്ലാഹു ഇറക്കിയ കിതാബിനെ കുറിച്ച് ഒരു വിവരവുമില്ല. ലാ യഅലമൂനൽ കിതാബ്, അൽ കിതാബായ അല്ലാഹു ഇറക്കിയ വേദഗ്രന്ഥം അവർ പഠിച്ചില്ല, മനസ്സിലാക്കിയില്ല. അതിനെ സംബന്ധിച്ച് അവർക്കൊരു ചുക്കും തിരിയില്ല. ഇല്ല അമാനിയ, ചില ഊഹാമോഹങ്ങളല്ലാതെ. ചില പുകയാണ് അവർക്ക്. തൗറാത്ത് എന്ന് പറഞ്ഞ ഒരു പുക പോലെ, ഇഞ്ചീൽ എന്ന് പറഞ്ഞ പുക പോലെ. ഇല്ല അമാനിയ, ചില ഊഹാമോഹങ്ങളല്ലാതെ വേറൊന്നുമില്ല. അവരെന്തൊക്കെയോ അതിന്റെ പേരിൽ ജൽപ്പിച്ചു പറയുകയാണ്. അടിസ്ഥാനപരമായി ഇതൊന്നും പറയാനില്ല അവർക്ക്. അങ്ങനെ ഉണ്ടായേക്കാം, അതിലങ്ങനെ വന്നേക്കാം എന്നിങ്ങനെ ഊഹിച്ച് പറയുകയാണ്. ഈ അവസ്ഥയെ കുറിച്ച് ഖുർആൻ വിശദീകരിച്ചിട്ട് പറയുന്നു,
തീർച്ചയായും അള്ളാഹുവിന്റെ അൽ കിതാബ് മാറ്റിവെച്ചുകൊണ്ട് അവർ സ്വന്തം കൈകൾ കൊണ്ട് ഗ്രന്ഥങ്ങൾ എഴുതി ഉണ്ടാക്കുന്നു. അവർക്കിടയിലെ എഴുത്തുകാരായ ആളുകള്, അവരുടെ ഇടയിലെ ഭാഷാ നൈപുണ്യമുള്ള ആളുകള് അവരിങ്ങനെ സ്വന്തം കൈകൾ കൊണ്ട് കിതാബുകൾ എഴുതി ഉണ്ടാക്കിയിട്ട് അവരെഴുതി ഉണ്ടാക്കിയ കിതാബ് ചൂണ്ടി അവർ പറയുന്നു, ഇതാണ് അള്ളാഹു ഇറക്കിയ കിതാബ്. പടച്ചോൻ എടുക്കുന്നത് ഞങ്ങൾക്ക് ഇങ്ങനെ കിട്ടുന്നതാണ്, ഇൽഹാമാണ്, ഞങ്ങൾക്ക് ഇങ്ങനെ വരികയാണ്, ലദുന്നിയായ ഇൽമാണ്, ഇങ്ങനെ ഒഴുകുകയാണ് എന്നൊക്കെ ഇവര് പറയാ. ഇതൊക്കെ അള്ളാഹ് എടുക്കുന്ന വരുന്നതാണ്. ഈ കാക്കമാര് കുത്തിയിരുന്ന് എഴുതാണ്. അള്ളാഹ് ഇറക്കിയ വഹയിലൂടെ നബിക്ക് കൊടുത്ത കിതാബുണ്ട്, ലാ യഅലമൂനൽ കിതാബ്. ആ കിതാബിനെ പറ്റി ഒരു ചുക്കും ഓർക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ഇവരെന്താ ചെയ്യണേ? ഈ ഊഹത്തിന്റെ അടിസ്ഥാനത്തിൽ അവരെഴുതി ഉണ്ടാക്കിയ കിതാബ് അവർ പറയാണ് ഇത് ദൈവപ്രഘോഷിതമാണ്, ഇത് ദിവ്യം, ആ ദിവ്യപരമായി ദിവ്യത്വപരമായി നിങ്ങൾക്ക് അതിലൂടെ ലഭിക്കുന്നതാണ് എന്നൊക്കെ അവർ പറയാൻ. എന്തിനാണ് ഇവരെ പണി ചെയ്തത്? ലിയശ്തറൂ ബിഹി തമനൻ ഖലീലൻ, തുച്ഛമായ കൈമടക്കുകൾക്ക് വേണ്ടി. ഖുർആന്റെ പ്രയോഗം നോക്ക്, എന്തിനാണ് ഈ പണി അവർ ചെയ്യുന്നത്? ലിയശ്തറൂ ബിഹി തമനൻ ഖലീല, തുച്ഛമായ ഭൗതികമായ ലാഭം. ചിലപ്പോൾ 100 കിട്ടാവും, ഒരു 500 കിട്ടാവും, ഒരു 1000 കിട്ടാവും, വേണ്ട വലിയ മുതലാളിക്കായിക്കോട്ടെ ഒരു 5000 കിട്ടിയേക്കും. ലിയശ്തറൂ ബിഹി തമനൻ ഖലീല, തുച്ഛമായ ഭൗതികമായ ലാഭത്തിന് വേണ്ടിയാണ് അവർ ഈ പണി ചെയ്തത്. എന്നിട്ട് അള്ളാഹു അതിനെ പറ്റി പറഞ്ഞത് എന്താ? നല്ല പരിപാടിയാണ്, ജോറാണ്, ബിദ്അത്തുൻ ഹസന, നല്ല ബിദ്അത്താണ്, നടപ്പാക്കിക്കൊന്ന അല്ല. നേരെ മറിച്ച് റബ്ബ് പറഞ്ഞു, ഫവൈലുൽ ലഹും മിമ്മാ കസബത് ഐദീഹിം വവൈലുൽ ലഹും മിമ്മാ യക്സിബൂൻ. വൈലെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ നമ്മുടെ ഭാഷയിൽ നാശം എന്നർത്ഥം പറയാറുള്ളൂ. പക്ഷെ കുറച്ചുകൂടി മുതിർന്ന പ്രായം ചെന്ന ഉസ്താദുമാര് നൽകുന്ന അർത്ഥം അറിയുമോ? വൈലെന്ന നരകക്കുണ്ട്. അതാർക്കാണ് ഈ വൈൽ എന്ന നരകക്കുണ്ട്? ആർക്കാണ്? ലഹും മാ മിമ്മാ കസബത് ഐദീഹിം, അവർ കരങ്ങൾ കൊണ്ട് എഴുതി ഉണ്ടാക്കിയല്ലോ, അതിന് മൊത്തത്തിൽ നരകക്കുണ്ടാണ്. വവൈലുൽ ലഹും മിമ്മാ യക്സിബൂൻ, അത് വിറ്റവർ സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ ആ സമ്പാദ്യവും വൈൽ എന്ന നരകക്കുണ്ടിലേക്കാണ് എന്ന് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിക്കുകയാണ്. ഇത് നമ്മളെ കുറിച്ച് പറഞ്ഞല്ല, നേരെ മറിച്ച് തൗറാത്ത് നൽകപ്പെട്ട, ഇൻജീൽ നൽകപ്പെട്ട ആളുകളെ കുറിച്ച് പറഞ്ഞതാ. ഇത് നിങ്ങൾ നോക്ക്, പിൻപറ്റിയോ? ചാണിന് ചാണായി, മുഴത്തിന് മുഴമായി പിൻപറ്റിയോ? അള്ളാന്റെ കിതാബ് പഠിക്കണ്ട, അതിനെ സംബന്ധിച്ച് ഫാത്തിഹയുടെ അർത്ഥം പോലും മനസ്സിലാക്കണം നിർബന്ധമില്ല, സുന്നത്തുമില്ല എന്ന് പുസ്തകം എഴുതിയ ആളുകൾ. പിന്നെ കുറെ കിതാബുകൾ, അതാരാ? അത് ആ കാദിയാർ എഴുതിയതാണ്, ഇത് ഈ കാദിയാർ എഴുതിയതാണ്, മറ്റേത് മിനിഞ്ഞാന്ന് മറ്റേ കാക്ക എഴുതിയതാണ്. ഇങ്ങനെ ഓരോരുത്തർ എഴുതിയ കിതാബുകൾ 355 വക, 555 വക, 313 വക, 333 വക. പറഞ്ഞാൽ ഇത് ഏത് വകയിലാണ്? നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു, ഇത് ഏത് വകയിലാണ് ഇങ്ങനെ ഈ വക എന്ന് പറയുന്നത്? 111 വക, 115 വക, ഇങ്ങനെ ഓരോ വകയിൽ ഓരോരുത്തർ അങ്ങനെ എഴുതാണ്. മനസ്സിലാക്കണം. അവസാനം ഇപ്പൊ 5555 വക എഴുതി കൂട്ടാനോ? എഴുതി കൂട്ടാണ്. ഓരോ കൊല്ലം തോന്നുമ്പോൾ ഈ വക ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ഇതാരാ? ഓരോ മനുഷ്യനും ഇങ്ങനെ എഴുതി ഉണ്ടാക്കുകയാണ്. എന്നിട്ടോ അതിങ്ങനെ ചെല്ലുകയാണ്. അത് ചൊല്ലിയാലോ കൂലി കിട്ടും. കാരണം പ്രത്യേകമാണ്, ഇത് പ്രത്യേകം പുരുഷയാക്കപ്പെട്ടതാണ്, ഇതാണ് പവിത്രമാക്കപ്പെട്ടത്. ഈ രൂപത്തിൽ ഇതിങ്ങനെ ചൊല്ലുക, ഇതിങ്ങനെ പാടുക, ഇതിങ്ങനെ പറയുക, അതിന്റെ പിന്നാലെ പോവുക. മാത്രമല്ല അതുമായി ഒരു സമൂഹത്തിലേക്ക് ഇറങ്ങി നടക്കുക. ചാണിന് ചാണായി, മുഴത്തിന് മുഴമായി പിൻപറ്റുന്നു. ആ രംഗം നിങ്ങൾ നോക്കൂ. വേദത്തിന്റെ കാര്യത്തിലും അതുപോലെ തന്നെ പിൽക്കാലഘട്ടത്തിൽ അവർ കിതാബുകൾ എഴുതിയുണ്ടാക്കിയ കാര്യത്തിലും അനുകരണമുണ്ട് എങ്കിൽ നിങ്ങൾ നോക്കൂ, ലോകത്ത് നമുക്കറിയാം, നമുക്കിടയിൽ ജീവിക്കുന്ന നസ്വാറാക്കൾ, ആ നസ്വാറാക്കളെ സംബന്ധിച്ച് ഖുർആൻ എത്രയോ തവണ സൂറത്ത് ആല ഇംറാൻ, നമുക്കറിയാം ആല ഇംറാനിൽ സംവാദമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ജീവിച്ച നസ്വാറാക്കളുമായി പ്രവാചകൻ നടത്തിയ സംവാദത്തിന്റെ സംക്ഷിപ്ത രൂപമാണ് സൂറത്ത് ആല ഇംറാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. കാരണം വെച്ചാൽ അവരുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നല്ല സംവാദം നടത്തുകയാണ്. നബിയുടെ ജീവിത കാലഘട്ടത്തിൽ പ്രമാണങ്ങൾ കൊണ്ട് സംവദിക്കുകയാണ്. ഇബ്രാഹിം നബി അതിന് സബ്ജക്റ്റായി വരികയാണ്, ഈസാ നബി സബ്ജക്റ്റായി വരികയാണ്, മറിയം ബീവി സബ്ജക്റ്റായി വരികയാണ്. ഇങ്ങനെ ഓരോ പ്രവാചകന്മാരെ കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംവദിക്കുകയാണ്. എന്നിട്ട് ആ പ്രവാചകന്മാരുടെ കാര്യത്തിൽ അവർക്കിടയിൽ സംഭവിച്ച അപജയങ്ങൾ എന്താണ് എന്ന് വളരെ വ്യക്തമായി സൂറത്ത് ആല ഇംറാനിലൂടെ വ്യക്തമാക്കി കൊടുക്കുകയാണ്. എന്നാൽ ആ നസാറാക്കൾ നമുക്കിടെ ജീവിച്ചിരിക്കുമ്പോ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അനുധാവനം ചെയ്യാൻ മടിയില്ലാത്തവരാണവര്. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അംഗീകരിക്കുന്നവരാണവര്. യേശുവിനെ അംഗീകരിക്കുന്ന ആളുകളാണവര്. ആ ഈസാ നബി അംഗീകരിക്കുന്ന നസാറാക്കളായ ആളുകൾ അവർ ഈസാ നബിയുടെ ജന്മദിനം, ഈസാ നബി ദിനം, നബിദിനാണത്, ആഘോഷിക്കുകയാണ്. ഒരു നബി കാര്യം വെച്ചാൽ നമുക്ക് നബിയാണ്, അവർക്ക്
നബി മാത്രം അതിനും മേലെയാണ്. നബി മാത്രമല്ല, അതിനും മേലെയാണ്. നബിയല്ലവർക്ക് അതിലും മേലെയാണ്. നമുക്ക് ഈസാ നബിയാണ്. ആ ഈസാ നബി വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മൾ. ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ കുല്ലുൻ ആമന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലിഹി. നമുക്കറിയാം വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് പ്രകാശങ്ങൾ അവതരിപ്പിച്ചു കഴിഞ്ഞ രാത്രിയിലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ. ആ രണ്ട് പ്രകാശങ്ങളിൽ ഒന്നാണ് ആമന റസൂലു, അല്ലാഹുവിന്റെ റസൂൽ വിശ്വസിച്ചിരിക്കുന്നു. ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബി, തന്റെ റബ്ബിൽ നിന്ന് പ്രവാചകനായ മുഹമ്മദ് നബിക്ക് അവതരിച്ചു കിട്ടിയ ആ കാര്യത്തിൽ അല്ലാഹുവിന്റെ റസൂൽ വിശ്വസിച്ചിരിക്കുന്നു. മുഹമ്മദ് നബി മാത്രമല്ല, വൽ മുഅ്മിനൂൻ, മുഅ്മിനുകളെല്ലാം അതിൽ വിശ്വസിച്ചിരിക്കുന്നു. ഈ നബിയും മുഅ്മിനുകളും അതിൽ വിശ്വസിച്ചു എന്ന് പറഞ്ഞിട്ട് അവരുടെ പൊതുവായ വിശ്വാസം എന്ന് വിശദീകരിക്കുകയാണ് ഖുർആൻ. കുല്ലുൻ ആമന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി, അവരെല്ലാം അഥവാ നബിയും മുഅ്മിനുകളും മുഴുവനും, ആ മുഅ്മിനുകൾ മുഴുവനും തീർച്ചയായും അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരാണ്. മാത്രമല്ല അല്ലാഹുവിന്റെ മലക്കുകളിൽ വിശ്വസിക്കുന്നവരാണ്. വകുതുബിഹി, വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുന്നവരാണ്. വറുസുലിഹി, പ്രവാചകന്മാരിൽ വിശ്വസിക്കുന്നവരാണ്. ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലിഹി, ആ നബിമാർക്കിടയിൽ അവർ വിവേചനം കാണുകയില്ല. ഏതെങ്കിലും ഒരു നബിയുടെ റിസാലത്തിനെ മുഅ്മിനുകൾ ചോദ്യം ചെയ്യുകയില്ല. ഏതെങ്കിലും ഒരു പ്രവാചകന്റെ നുബുവത്തിനെ ഒരു മുഅ്മിനായ ആൾ ചോദ്യം ചെയ്യൂല. പ്രത്യേകിച്ച് ഈസാ അലൈഹിസ്സലാം ഖുർആൻ പേരെടുത്തു പറഞ്ഞ പ്രവാചകന്മാരിൽ ഒരാളാണ്, ഉലുൽ അസ്മുകളിൽ ഒരാളാണ്. ആ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നബിദിനം, നമ്മുടെ വാസിയിൽ ആ നബിദിനമാണ് ക്രൈസ്തവരായ ആളുകൾ ആഘോഷിക്കുന്നത്. എപ്പോഴാണ് അവർ ആഘോഷിക്കുന്നത്? ഡിസംബർ 25-ന്. ഡിസംബർ 25-ന് നമ്മുടെ നാട്ടിലെ ക്രൈസ്തവരായ ആളുകൾ അവർ ഈ നബിദിനം അഥവാ ഈസാ നബിദിനം ആഘോഷിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾ അവരോട് ചോദിച്ചു നോക്കണം സ്നേഹത്തോടെ. എന്താ ചോദിക്കണ്ടേ? അല്ല, ഈ നബിദിനം ഈസാ നബി ആഘോഷിച്ചിട്ടുണ്ടോ? അവർ പറയില്ല. ഈസാ നബിയുടെ കൂടെ നടന്ന ഈസാ നബിയുടെ അപ്പോസ്തലന്മാർ ആരെങ്കിലും ഇതുകൊണ്ട് നടന്നിട്ടുണ്ടോ? ഇല്ല. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജീവിച്ചിരുന്ന നൂറ്റാണ്ടിൽ ഇതുണ്ടായിട്ടുണ്ടോ? ഇല്ല. ഒന്നുമില്ല എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടാൻ ഒരു പ്രയാസമില്ല. ഇക്കാലത്ത് നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ എടുത്ത് നെറ്റ് ഓൺ ആക്കി ഗൂഗിൾ ചെയ്യുക. എന്താണ് ക്രിസ്തുമസ്? എന്താണ് ആ ക്രിസ്തുമസിനെ സംബന്ധിച്ചുള്ള വിവരണം? നിങ്ങൾ ഇപ്പൊ നോക്കിയാൽ നിങ്ങൾക്ക് ഇപ്പൊ മൊബൈലിൽ ഇങ്ങനെ തെളിഞ്ഞു വരും സ്ക്രീനിൽ. കാരണം വെച്ചാല് എല്ലാം ഉണ്ടല്ലോ, ലായുവാദിന് സുഹൃത്തമാലാക്കബിറത്തിനില്ല അസാന, ഇത് ചെറുതും വലുതൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഈ കിതാബ് ഇങ്ങനെ നോക്കിയിട്ട് നോക്കിയിട്ട് എന്തെടുക്കുക, അതിൽ ക്രിസ്തുമസ് അടിച്ചു നോക്കിയാല് ഞാനിപ്പോ വായിക്കുന്ന നിങ്ങൾക്ക് അവിടെ തെളിഞ്ഞു വരും. എന്താ പറയുക, ക്രിസ്തുമസ് ഉത്ഭവത്തെ പറ്റി വ്യക്തമായ ചരിത്രരേഖകളില്ല. നിങ്ങൾ ചോദിച്ചു ഈ ഉമ്മത്ത് എങ്ങനെയാണ് നബിയുടെ പ്രവചനത്തെ പുലർത്തിയത് എന്നുള്ളതിന്റെ വളരെ വ്യക്തമായ തെളിവായിരുന്നു. എന്താ പറയുന്നത്? ക്രിസ്തുമസ് ഉത്ഭവത്തെ പറ്റി വ്യക്തമായ ചരിത്രരേഖകളില്ല. ഡിസംബർ 25 ക്രിസ്തുവിന്റെ ജന്മദിനമായി ആചരിക്കാനുള്ള കാരണവും ചരിത്രകാരന്മാർക്ക് അജ്ഞാതമാണ്. എന്താണ് ഇങ്ങനെ ആഘോഷം നടത്താൻ കാരണം? അതുപോലും അജ്ഞാതമാണ്. ക്രിസ്തു വർഷം 4-ാം നൂറ്റാണ്ട് മുതലാണ് ഡിസംബർ 25 ക്രിസ്മസ് ആയി ആചരിക്കാൻ തുടങ്ങിയതെന്നാണ് ഏറ്റവും പ്രബലമായ വാദം. എന്നുവെച്ചാല് ഈസാ അലൈഹിസ്സലാം ലോകത്ത് വന്നു പോയി, എന്നിട്ട് ആ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ശേഷം 4-ാം നൂറ്റാണ്ട് മുതൽ പോയി 4 നൂറ്റാണ്ടായപ്പോഴാണ് ഈ പരിപാടി ആരംഭിച്ചത്. ക്രിസ്ത്യാനിയായി മാറിയ റോമൻ ചക്രവർത്തി കോൺസ്റ്റന്റൈൻ ഡിസംബർ 25 തന്റെ സാമ്രാജ്യത്തിലെ ക്രിസ്തുമത വിശ്വാസികൾക്കും പേഗൻ മതവിശ്വാസികൾക്കും പൊതുവായ ഒരു ആഘോഷ ദിനമായി പ്രഖ്യാപിച്ചു എന്നാണ് കരുതപ്പെടുന്നത്. റോമാ സാമ്രാജ്യത്തിന്റെ പിന്തുടർച്ചയായി ക്രിസ്തുമതത്തിലേക്ക് കുടിയേറിയതാണ് ക്രിസ്തുമസ് എന്ന കാര്യത്തിൽ ചരിത്രകാരന്മാർക്കിടയിൽ ഐക്യമുണ്ട്. എന്നതിലാണ് തർക്കം. റോമൻ സംസ്കാരത്തിൽ ഡിസംബർ 25 സൂര്യദേവന്റെ ജന്മദിനമായാണ് ആചരിക്കുന്നത്. 4-ാം നൂറ്റാണ്ട് വരെ റോമക്കാരുടെ ഔദ്യോഗിക മതമായിരുന്ന സോൾ ഇൻവിക്ടസ് എന്നാൽ മറഞ്ഞിരിക്കുന്ന സൂര്യൻ. ചൈത്രകാലത്ത് ഇവർ സൂര്യദേവന്റെ പുനർജനനം ആഘോഷിച്ചു. ക്രിസ്തുമത വിശ്വാസം സ്വീകരിക്കുന്നത് വരെ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയും സോൾ ഇൻവിക്ടസ് ആചാരങ്ങളാണ് പിന്തുടർന്നത്. എന്നാൽ അദ്ദേഹത്തിന്റെ മതം മാറ്റത്തോടെ
റോമൻ സാമ്രാജ്യത്തിലും അതിന്റെ സ്വാധീന മേഖലയിലും ക്രിസ്തുമതം വ്യാപകമായി. ക്രിസ്തുമതം സ്വീകരിച്ചെങ്കിലും റോമക്കാർ തങ്ങളുടെ പഴയ ആചാരങ്ങൾ മിക്കവയും നിലനിർത്തി. റോമൻ ആധിപത്യത്തിൽ കീഴിലായ ക്രിസ്തുമതവും ഈ ആഘോഷങ്ങൾ പിന്തുടർന്നു. ഇക്കാരണങ്ങൾ കൊണ്ട് റോമക്കാരുടെ സൂര്യദേവന്റെ ജന്മദിനമായ ഡിസംബർ 25 ക്രിസ്തുവിന്റെയും ജന്മദിനമായി ആചരിക്കാൻ തുടങ്ങി എന്ന് കരുതാം. ഇത് വിക്കിപീഡിയ പറയുകയാണ്. മനസ്സിലാക്കണം. അതിപ്പോ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ആലോചിച്ചു, ഇങ്ങനെയാണ് ഈസാ ജന്മദിനം ആഘോഷിക്കുന്ന പരിപാടി ഉണ്ടായത്. ഇത് നിങ്ങൾ നോക്കൂ. ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസ് മുന്നിൽ വെച്ച് നിങ്ങൾ യഹൂദനെ ചാണിനും ചാണായി മുഴത്തിന് മുഴമായി പിൻപറ്റും. അവർ ഉടുമ്പിന്റെ മാളത്തിൽ കടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ഇഴഞ്ഞു ചെല്ലുമെന്നും ഹബീബനാ മുഹമ്മദ് റസൂലുള്ള പറഞ്ഞ വചനം വെച്ച് ചിന്തിച്ചു നോക്ക്. എപ്പോഴാ മുഹമ്മദ് നബിയുടെ ജന്മദിനം ആഘോഷിക്കാൻ തുടങ്ങിയത്? നബിയുടെ കാലത്ത് ഉണ്ടോ? ഇല്ല. ആ നൂറ്റാണ്ടിലുണ്ടോ? ഇല്ല. രണ്ടാമത്തെ നൂറ്റാണ്ടിലുണ്ടോ? ഇല്ല. മൂന്നാമത്തെ നൂറ്റാണ്ട് അഥവാ 4-ാം നൂറ്റാണ്ടിലാണ് ക്രിസ്തുമസ് ഈസാ നബിക്ക് ശേഷം ഉണ്ടായത് എന്നാണ് വിക്കിപീഡിയ പറഞ്ഞെങ്കിൽ അങ്ങനെ തന്നെ 4-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തില് 3-ാം നൂറ്റാണ്ട് കഴിഞ്ഞ് 4-ാം നൂറ്റാണ്ടിലേക്ക് കടക്കുമ്പോൾ ഈ ആചാരം അങ്ങനെ തന്നെ വരികയാണ്. ഈസാ നബിയുമായി ക്രിസ്തുമസിന് ബന്ധമില്ലാത്തതുപോലെ ഈ പറയുന്ന റബീഉൽ അവ്വലിലെ ഈ ആഘോഷവുമായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ല ബന്ധമുണ്ടോ? ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല. നബി മാത്രമല്ല, റസൂലുള്ളാഹിന്റെ സ്വഹാബത്ത് അത് അറിഞ്ഞിട്ടില്ല. പിന്നെ ഇതെങ്ങനെയാ വന്നത്? ഇത് വന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ, ദീനുമായി ബന്ധമില്ലാത്ത ഒരു സംഘം, ദീനുമായി ബന്ധമില്ലാത്ത സംഘം എന്ന് വെറുതെ പറയല്ല. നേരെ മറിച്ച് മുൻഗാമികളായ ആളുകൾ അവരെ സംബന്ധിച്ച് കൃത്യമായി രേഖപ്പെടുന്നത് എങ്ങനെയാണ്? ഫുസ്സാഖുൻ എന്നാണ് അവരെ സംബന്ധിച്ച് പറഞ്ഞത്. ഫുസ്സാഖുൻ എന്നാണ് അവരെ പറ്റി വിശേഷിപ്പിച്ചത്. ഫുസ്സാഖ് എന്ന് പറഞ്ഞാൽ അങ്ങേറ്റം ഫാസിഖീങ്ങളായ ആളുകൾ, ഫാസിഖീങ്ങളായ ആളുകൾ, ഫുജ്ജാറുൻ ഫുജ്ജാറുകളായ ആളുകൾ, മുൽഹിദൂന സനാദിഖതു മുഅത്തിലൂന വലിൽ ഇസ്ലാമി ജാഹിദൂന ولمذهب الثنبية والمجوسية معتقدون قد عطلوا الحدود وأباحوا الفروج وأهلوا الخمور وسفكوا الدماء وسبوا الأنبياء ولعنوا السلف. ആരെക്കുറിച്ചുള്ള വിശേഷമാണ്? ലോകത്ത് ആദ്യമായി മൗലിദ് എന്ന സമ്പ്രദായം ഉണ്ടാക്കിയ ആളുകളെ കുറിച്ച് ലോകത്തുള്ള ഉലമാ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതി വെച്ച വാചകമാണത്. ദീനുമായവർക്ക് ബന്ധമുണ്ടായോ? ദീനുമായവർക്ക് ബന്ധമുണ്ടായില്ലെന്ന് മാത്രമല്ല, ഫുസ്സാഖുൻ പച്ച ഫാസിഖീങ്ങൾ, ഫുജ്ജാറുൻ ഫാജിരീങ്ങളായ ആളുകള്, മുൽഹിദൂൻ നിഷേധികളായ ആളുകള്, സനാദിഖ നിർമ്മിതവാദികള്, മാത്രമല്ല മുഅത്തിലൂന വലിൽ ഇസ്ലാമി ജാഹിദൂൻ ഇസ്ലാം പറയുന്ന കാര്യങ്ങളെ നിഷേധിക്കുകയും തള്ളുകയും ചെയ്യുന്ന ആളുകള്, വലിമദ്ഹബി തനവിയ്യ വൽ മജൂസിയ്യ മജൂസികളുടെ മാർഗം സ്വീകരിച്ചവര്, വിഗ്രഹാരാധകരുടെ മാർഗം സ്വീകരിച്ചവര്, മാത്രമല്ല ഖദ് അഖലുൽ ഹുദൂദ അല്ലാഹുവിന്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തിയവര്, വഅബാഹുൽ ഫുറൂജ വ്യഭിചാരം ഹലാലാക്കിയവര്, വഅഹലുൽ ഖുമൂറ മദ്യപാനം ഹലാലാക്കിയവര്, വസഫഖുദ് ദിമാഅ രക്തം ചിന്തിയ ആളുകള്, വസബ്ബുൽ അംബിയാ നബിമാരെ ചീത്ത വിളിച്ചവര്, വലഅനു സലഫ മുൻഗാമികളായ സലഫുകളായ സ്വഹാബത്ത് അടക്കമുള്ള ആളുകളെ ചീത്ത വിളിച്ച ആളുകള്, ഫാത്തിമിയ്യ ശിയാക്കള് ഇബാദികള്, അവരാണ് ആദ്യമായി ഈ സമ്പ്രദായം കൊണ്ടുവന്നത്. ഏതുപോലെ റോമൻ ചക്രവർത്തി അന്ന് അവിടെ കൊണ്ടുവന്നത് പോലെ ഇവര് ദീനുമായി ബന്ധമില്ലാതെ, ഇസ്ലാമുമായി ബന്ധമില്ലാതെ ജീവിച്ച ആളുകള്, അവര് ഒരു രാജ്യത്ത് രാഷ്ട്രീയമായി സംഘടിക്കുകയും വടക്ക് പടിഞ്ഞാറൻ ആഫ്രിക്കൻ നാടുകളിൽ സംഘടിക്കുകയും അവര് ഇതാ ഒരു പുതിയ ആചാര രൂപം എന്ന നിലക്ക് ഈ സമ്പ്രദായം കൊണ്ടുവരികയും ചെയ്തു ഇസ്ലാമിക ലോകത്ത്. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടുകാരനായ, നമ്മുടെ തൊട്ടടുത്ത പ്രദേശത്തുള്ള തഴവ എന്ന ആ നാട്ടിലുള്ള തഴവ പോലും പറഞ്ഞത് എല്ലാവർക്കും അറിയാതെ മനപ്പാടാണ്. ഇപ്പൊ അത് ചൊല്ലിയാൽ പോലും മുലാക്കന്മാര് പറയും എന്താണെന്നറിയോ, എപ്പോഴും ഈ റബീഉൽ അവ്വൽ ഇവർക്ക് ഇതേ കൊണ്ട് പണി. കാരണം ഇത് മലയാളത്തിൽ പറഞ്ഞു കൊടുക്കാൻ എളുപ്പം അതാണ്. അതുകൊണ്ടാ എന്ത് മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ എന്നും സഹാബി പറഞ്ഞതായി കാണുന്നതാ, അത് ഹലബിയും നാം ഭാഗമിൽ നോക്കേണ്ടതാ. എന്നുവെച്ചാൽ അല്ലാഹുവിന്റെ മതത്തിൽ ആ തലമുറകൾക്ക് പ്രാധാന്യമുണ്ട്. റബ്ബിന്റെ ദീനിൽ ആ തലമുറകൾക്ക് പ്രാധാന്യമുണ്ട്.
കാരണം വെച്ചാൽ നബി പറയുകയാണ് ഏറ്റവും ഉത്തമമായ തലമുറ അത് ഞാൻ ജീവിക്കുന്ന ഈ തലമുറയാണ്. തുമ്മല്ലദീന യലൂനഹും, പിന്നെ അതിനോടടുത്ത തലമുറയാണ്. തുമ്മല്ലദീന യലൂനഹും, പിന്നെ അതിനടുത്ത തലമുറയാണ്. ഈ 3 തലമുറക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട്. കാരണം അക്കാലഘട്ടത്തിൽ ഷർറുണ്ടെങ്കിലും അതേ അവസാന ഘട്ടങ്ങളിൽ ഷർറ് കടന്നു വന്നിട്ടുണ്ടെങ്കിലും ഖൈർ അവിടെയുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, നബിയുടെ കാലഘട്ടത്തിൽ പൂർണ്ണമായും ഖൈറ് മാത്രമാണെങ്കിൽ പിന്നീട് ഉള്ള കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിൽ ഷർറുകൾ ഇങ്ങനെ കടന്നു വന്നാലും ആ ഷർറുകളെ വകഞ്ഞുമാക്കി നിൽക്കുന്ന ഖൈറുകളുള്ള കാലഘട്ടമാണ്. അതുകൊണ്ടാണ് ഇതിന് ഖൈറുൽ ഖുറൂൻ, ഉത്തമമായ തലമുറ എന്ന് പറയുന്നത്. ആ ഉത്തമരിൽ ഉത്തമരായ തലമുറകളിൽ ഈ സമ്പ്രദായം ഉണ്ടായിട്ടില്ല. പിന്നെ ആരാ ഇത് കൊണ്ടുവരുന്നത്? ഇന്ന അവ്വല മൻ അഹദഥഹാ ബിൽ ഖാഹിറ, ആദ്യമായി സമ്പ്രദായം വരുന്നത് മക്കത്തോ മദീനത്തോ അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാദസ്പർശം ഏറ്റുവാങ്ങിയ നാടുകളിലല്ല. നേരെ മറിച്ച് ഇത് ആദ്യമായി തുടങ്ങുന്നത് കെയ്റോവിലാണ്, ഈജിപ്തിലാണ്. ആരായത് കൊണ്ടുവരുന്നത്? നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഇസ്ലാമിക ചരിത്ര ലോകം ഫുസ്സാഖുകളെന്ന് രേഖപ്പെടുത്തിയ, ഫുജ്ജാറുകളെന്ന് രേഖപ്പെടുത്തിയ, ജനാദിഖ എന്ന് രേഖപ്പെടുത്തിയ, മുൽഹിദുകൾ എന്ന് രേഖപ്പെടുത്തിയ, ഇസ്ലാമിനെ നിഷേധിക്കുന്നവരെന്ന് രേഖപ്പെടുത്തിയ ഹനഫിയാക്കളുടെയും മജൂസിയാക്കളുടെയും മദ്ഹബ് സ്വീകരിക്കുന്നവരെന്ന് രേഖപ്പെടുത്തിയ, അല്ലാഹുവിന്റെ ആ ഹുദൂദുകളെ നിയമങ്ങളെ തഅ്തീൽ ചെയ്ത ആളുകളെന്ന് രേഖപ്പെടുത്തിയ, അബാബുൽ ഫുറൂജ വ്യഭിചാരം അനുവദനീയമാക്കി എന്ന് വിശേഷിപ്പിച്ച, മദ്യപാനം അനുവദിച്ചു എന്ന് വിശേഷിപ്പിച്ച, രക്തം ചിന്തുവാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച നബിമാരെ ചീത്ത വിളിച്ച, അതുപോലെ സലഫുകളായ മുൻഗാമികളായ ആളുകളെ ചീത്ത വിളിച്ച ആ ഫാത്തിമിയ ശിയാക്കൾ അവരാണ് ആദ്യമായി സമ്പ്രദായം കൊണ്ടുവന്നത്. അവർക്ക് നേതൃത്വം വഹിച്ച ആള് മുഅ്സുൽ ദീനില്ല എന്ന് പറയുന്ന ആളാണ്. ഹിജ്റ 361 അഥവാ 350 കഴിഞ്ഞ് 3.5 നൂറ്റാണ്ട് കഴിഞ്ഞ് 4-ാം നൂറ്റാണ്ടിലേക്ക് ഇങ്ങനെ പോകുന്ന വഴിക്ക് അവരിതാ മഗ്രിബിൽ നിന്ന് അഥവാ ഇന്നത്തെ മൊറോക്കയിൽ നിന്ന് നേരെ ഈജിപ്തിലേക്ക് ഒരു സംഘം ആളുകൾ പുറപ്പെടുകയാണ്. ഈ പറഞ്ഞ തെമ്മാടികളായ ഫുസ്സാഖുകളായ ആ ഫാത്തിമിയ ശിയാക്കളുടെ സംഘം ആളുകൾ അവര് രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി ഇതാ പോവുകയാണ് ഈജിപ്തിലേക്ക്. അങ്ങനെ അങ്ങനെ ഹിജ്റ 362 അഥവാ അടുത്ത കൊല്ലം, ആ അടുത്ത കൊല്ലത്തിൽ അവര് അലക്സാണ്ട്രയിൽ എത്തിച്ചേർന്നു. അങ്ങനെ അലക്സാണ്ട്രയിൽ അവര് 362 എത്തിച്ചേർന്നിട്ട് ആ ഹിജ്റ 362 ഒരു റമദാൻ മാസത്തിൽ അവര് ഈജിപ്തിലേക്ക് കയറി. അങ്ങനെ ഈജിപ്തിലേക്ക് കയറിയിട്ട് ലോകത്ത് ആദ്യമായി 6 മൗലിദുകൾ അവർ എഴുതി ഉണ്ടാക്കി. ഒന്നാമത്തെ മൗലിദ് നബവി നബിയുടെ പേരിലാണെങ്കിൽ, രണ്ടാമത്തേത് അലിയുടെ പേരാണെങ്കിൽ, മൂന്നാമത് ഫാത്തിമ ബീവിയുടെ പേരിലാണെങ്കിൽ, നാലാമത്തേത് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ ഇവരുടെ പേരിലാണെങ്കിൽ, അതേ 6ാമത്തെ മൗലിദ് അവർ എഴുതിയത് അൽ ഖലീഫത്തുൽ ഹാദിർ, അന്ന് നാട് ഭരിച്ചുകൊണ്ടിരുന്ന ഭരണാധികാരിയുടെ പേരിലും. അങ്ങനെ മൊത്തം 6 മൗലിദുകൾ അവർ എഴുതി ഉണ്ടാക്കുകയും അത് ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അഹ്ലുൽ ബൈത്തിന്റെ ആളുകളാണ്, ഞങ്ങൾ ആശിഖീങ്ങളാണ്, ഞങ്ങൾ മഹബ്ബത്ത് റസൂലിനോടുള്ള ആളുകളാണ് എന്ന് ഈ ഫുസ്സാഖുകളും ഫുജ്ജാറുകളുമായ ആളുകൾ അവരുടെ തോന്നിവാസങ്ങളെ മറച്ചു വെക്കുവാൻ വേണ്ടി ഈ പാട്ടുകളുമായി ഇവർ രംഗത്തിറങ്ങുകയും അവസാനം ഈജിപ്ത് എന്ന പ്രവിശ്യ ഈ ഫാത്തിമിയ ശിയാക്കൾ അവിടെയുള്ള വിശ്വാസികളായ ആളുകളെ അടക്കം തുരത്തിക്കൊണ്ട് പിടിച്ചടക്കുകയും ചെയ്തു എന്നത് ചരിത്രമാണ്. നിങ്ങൾ മനസ്സിലാക്കണം, അവരാണ് ഹിജ്റ 400 ആദ്യമായി സംഭവം കൊണ്ടുവരുന്നത്. ഏതുപോലെ? അതെ, നേരത്തെ പറഞ്ഞതുപോലെ ആ കാലഘട്ടത്തിൽ ക്രൈസ്തവതയുമായി ബന്ധമില്ലാത്ത, ഈസാ നബിയുമായി ബന്ധമില്ലാത്ത ആളുകൾ ഈസാ നബി ദിനം കൊണ്ടുവന്നത് പോലെ ഇതാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പേരുള്ള മൗലിദ് എന്ന സമ്പ്രദായം ആദ്യമായി കൊണ്ടുവരുന്നത് ഇവരാണ്. പിന്നെയും ഏതാണ്ട് 300 കൊല്ലങ്ങൾ കഴിഞ്ഞുപോയി. 300 കൊല്ലങ്ങൾ കഴിഞ്ഞുപോയി. 700ാമത്തെ കൊല്ലത്തിനടുത്തെത്തുമ്പോഴാണ് അതേ ഇർബിൽ എന്ന് പറയുന്ന ആ നാട്ടിൽ മുദഫർ എന്ന രാജാവ് കൊണ്ടുവരുന്നത്. മലിക്കുൽ മുദഫർ ധീരനായൊരു രാജനാ, ഇർബൽ ഭരിച്ചവനാണ് വന്തർമിട്ടനാ. ഇർബിൽ ഭരിച്ച മുദഫർ രാജാവ് ഹിജ്റ 700-നടുത്താണ് അയാൾ ജീവിക്കുന്നത് എന്ന് സയ്യിദുൽ ബഖരി അദ്ദേഹത്തിന്റെ യാനത്തിൽ രേഖപ്പെടുത്തി നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഈ 700 വരെയുള്ള
കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ലോകത്ത് മുസ്ലിമീങ്ങൾക്കിടയിൽ അഹ്ലുസുന്നക്കിടയിൽ ഈ സമ്പ്രദായം ഇല്ല. അതുകൊണ്ടാണ് ഈ രംഗത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കാണാതെ പോയത്, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ കാണാതെ പോയത്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ കാണാതെ പോയത്, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ കാണാതെ പോയത്. ഇവരാരെയും രംഗത്ത് കാണൂല. അതുകൊണ്ടാണ് കള്ള ഹദീസൊക്കെ ഉണ്ടാക്കി ഒരു മൗലിദ് കിതാബ് ഉണ്ടാക്കി വെച്ചിട്ട് അതില് അബൂബക്കർ പറഞ്ഞു, എനിക്ക് ഉഹുദ് സ്വർണമുണ്ടെങ്കിലും ഞാനത് മൗലിദിന് വേണ്ടി ചെലവഴിക്കുമായിരുന്നു. അബൂബക്കർ പറഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് അറിഞ്ഞിട്ടില്ല, അങ്ങനെ സംഭവം തന്നെ അറിഞ്ഞിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് ഒരു കള്ള മൗലിദ് എഴുതി ഉണ്ടാക്കിയിട്ട് ആ മൗലിദിലാണ് ഇത് രേഖപ്പെടുത്തി വെച്ചത്. അതാണ് ഇന്നും ചില ഉസ്താദുമാരടക്കം പ്രസംഗിച്ച് നടക്കുന്നത്. ഞാൻ അത്തരം വിവാദങ്ങളിലേക്ക് ഇപ്പൊ കടക്കില്ല. അത്തരം കാര്യങ്ങൾ പറയേണ്ടി വരുന്ന സന്ദർഭത്തിൽ നമുക്കത് വിശദീകരിക്കാം. ഇപ്പൊ നമ്മൾ ഇതിന്റെ അസ്ലി പഠിക്കണം, ഇതിന്റെ അടിസ്ഥാനം ഇവിടുന്ന് പഠിക്കണം. ഈ ഫാത്തിമിയ ശിയാക്കൾ എന്ന ഫുസ്വാഖുകളും ഫുജ്ജാറുകളും ഒക്കെയായ ഈ ആളുകൾ ഉണ്ടാക്കിക്കൊണ്ടുവന്ന സമ്പ്രദായം മെല്ലെ 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 അത് മുസ്ലിം സമൂഹത്തിന്റെ ഇടയിലേക്ക് പ്രചരിപ്പിക്കുകയാണ്, ആളുകൾക്കിടയിലേക്ക് കടന്നു വരികയാണ്. ഈ ഇർബൽ വലിച്ച രാജാവിലൂടെ അത് ലോകത്ത് റബീഉൽ അവ്വൽ മാസത്തിലേക്ക് സ്പെഷ്യലൈസ് ചെയ്യുകയാണ്. കാര്യം വെച്ചാൽ റബീഉൽ അവ്വൽ എന്നുള്ളത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വേറൊരർത്ഥതലമുള്ള ഒരു മാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മത്തെക്കാൾ ഉപരി മുമ്പ് ഇതേ സ്റ്റേജിൽ നിന്ന് വിശദീകരിച്ചതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന, പ്രവാചകന്റെ വഫാത്തുമായി അങ്ങേറ്റം വിഷമിച്ചു നിൽക്കുന്ന ഒരു മാസമാണ് റബീഉൽ അവ്വൽ എന്നുള്ളത് സഹോദരങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ ഈ പറയുന്ന ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ നബിയോ സഹാബത്തോ താബിഉകളോ തബഉ താബിഉകളോ മദ്ഹബിന്റെ ഇമാമുമാരോ ഇവരാരും അറിയാതെ ഈ സമൂഹത്തിലേക്ക് കടത്തിക്കൊണ്ടുവന്നു. ഈ ആചാരം ഈ സമൂഹത്തിലേക്ക് കടത്തിക്കൊണ്ടുവന്നു. എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത്, ആ സഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത് ആഘോഷിക്കാൻ വല്ല പ്രയാസമുള്ളത് കൊണ്ടാണോ? ഒരിക്കലുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുകയും എന്നാൽ ഏതെങ്കിലും ഒരു ഇല്ലത്തിന്റെ പേരിൽ പ്രവാചകൻ മാറ്റിവെച്ച ഏതെങ്കിലും ഒരു വിഷയമുണ്ടെങ്കിൽ പോലും സഹാബത്ത് വിട്ടുകളഞ്ഞിട്ടില്ല. നമുക്കറിയാം തറാവീഹ് നിസ്കാരം അല്ലാഹുവിന്റെ റസൂൽ പ്രവാചകന്റെ ജീവിതത്തിൽ 3 തവണ പള്ളിയിൽ വന്ന് ജമാഅത്തായി നിസ്കരിച്ചു. ഒന്നാമത്തെ ദിവസം ആളുകൾ വന്നു, രണ്ടാമത്തെ ദിവസം നോക്കുമ്പോൾ അതിന്റെ ഇരട്ടി ജനങ്ങൾ വന്നു, മൂന്നാമത്തെ ദിവസം നോക്കുമ്പോൾ അതിന്റെ ഇരട്ടി, പള്ളി തന്നെ സ്ഥലമില്ലാതായി. തറാവീഹ് നിസ്കാരത്തിന് ആളുകൾ ഇടിച്ചു കയറാൻ തുടങ്ങി. റമദാൻ രാത്രി നിസ്കാരത്തിന് വേണ്ടി ആളുകൾ പ്രത്യേകമായി ഇടിച്ചു കയറാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 4ാമത്തെ ദിവസം വന്നില്ല. നബിയോട് ചോദിച്ചു, എന്തേ നബി അങ്ങ് വരാത്തത്? പ്രവാചകൻ പറഞ്ഞു, ഇത് ഫർളാക്കപ്പെടുമോ എന്ന് ഞാൻ പേടിക്കുകയാണ്. നിങ്ങളുടെ ഈ താല്പര്യം കാണുമ്പോ ഇത് നിങ്ങൾക്ക് മേൽ ഫർളാക്കി കളയോ എന്ന് പേടിച്ചിട്ടാണ് ഞാൻ വരാത്തത്. ഒരു ഇല്ലത്താഹി നബി പറഞ്ഞതാണ്. നബി വരാത്തതിന്റെ കാരണം പറഞ്ഞതാണ്, എങ്ങാനും അല്ലാഹു ഫർളാക്കിയാൽ എന്റെ ഉമ്മത്തിന് പ്രയാസാകുമോ എന്ന് കരുതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതവിടെ സ്റ്റോപ്പ് ചെയ്തതാണ്. എന്നാൽ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഇല്ലത്ത് നീങ്ങിയപ്പോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് നിന്ന് യാത്രയായി കഴിഞ്ഞപ്പോ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലഘട്ടത്തിൽ ആളുകൾ അങ്ങിങ്ങായി അവിടെയും ഇവിടെയും ഒക്കെ നിസ്കരിക്കുന്നത് കണ്ടപ്പോ മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അത് രണ്ടാമത് മടക്കി കൊണ്ടുവരുന്നു. എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ തടസ്സം നീങ്ങിപ്പോയി. കാര്യം ഇനി അത് ഫർളാക്കപ്പെടും എന്നുള്ള പേടി വേണ്ട. നബി മാതൃക കാണിച്ചു തന്നതാണ്. നബി ജീവിതത്തിൽ കാണിച്ചു തന്ന ഒരു കാര്യത്തെ ഒരു ഇല്ലത്തിന്റെ പേരിൽ മാറ്റിവെച്ചതാണ്. എന്നാൽ ആ ഇല്ലത്ത് മാറിയപ്പോ, ആ തടസ്സം നീങ്ങിക്കഴിഞ്ഞപ്പോ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മടക്കി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുവദിച്ച കാര്യം, പ്രവാചകൻ സൂചന നൽകിയ കാര്യം, ആ കാര്യങ്ങളെ മുഴുവനും നടപ്പാക്കിയ റസൂലുള്ളാഹിന്റെ സ്വഹാബത്ത് അവർക്കുണ്ടായിരുന്നില്ലേ ഈ ഹുബ്ബ്? അവർക്കുണ്ടായിരുന്നല്ലോ ഈ ഹുബ്ബിന്റെ പ്രവാചകനോടുള്ള ഹുബ്ബുർ റസൂൽ അവർക്കുണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്നതിന് വ്യർത്ഥമാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രാണശ്വാസം പോലും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നല്ലോ. അതുകൊണ്ടല്ലേ അതേ പ്രവാചകന്റെ സ്വഹാബത്തിനെ നോക്കിയിട്ട് ആളുകൾ അത്ഭുതത്തോടെ പറഞ്ഞത്, അസറത് ഖുറൈശുൻ മുസ്ലിമൻ ഫീ ഗസ്വതിൻ ഫമളാ ബിലാ ബദലിൻ ഇലാ സയ്യാഫി. ഖുറൈശികളായ ആളുകൾ ഇതാ മുസ്ലിമായ പ്രവാചകന്റെ അനുയായി ഒരു യുദ്ധത്തിൽ പിടിച്ചുകൊണ്ട് പോവുകയാണ്. എന്നിട്ട് മിന്നിത്തിളങ്ങുന്ന വാൾത്തലപ്പുകൾ, ആ വാൾത്തലപ്പുകൾ കൊണ്ട് ആ സ്വഹാബികളുടെ കഴുത്തിൽ കുത്തിയിട്ട് ചോദിക്കുക
ചോദിക്കുകയാണ് സഅലൂഹു ഹൽ യുർളീക അന്നക സാലിമൂ വലകൻ നബിയു ഫിദാ മിനൽ ഇത്ലാഫി. നിനക്ക് ഇവിടുന്ന് രക്ഷപ്പെടണമെന്നുണ്ടോ? മുത്തുനബിയെ ഇവിടെ ഫിദിയായി പ്രായശ്ചിത്തമായി സമർപ്പിച്ചിട്ട് പകരമായി നൽകിയിട്ട് ഇവിടുന്ന് രക്ഷപ്പെടണമെന്ന വല്ല ആഗ്രഹമുണ്ടോ? അങ്ങനെ അതിൽ നിങ്ങൾക്ക് തൃപ്തി ഉണ്ടോ? ഹൽ യുർളീക, നിങ്ങൾ ഇതിൽ തൃപ്തിപ്പെടുമോ? അന്നക സാലിമുൻ, ഇവിടുന്ന് രക്ഷപ്പെടാൻ. വലകൻ നബിയു ഫിദാ, അല്ലാഹുവിന്റെ റസൂൽ ഫിദിയായി തന്നിട്ട് ഇവിടുന്ന് രക്ഷപ്പെടാൻ വല്ല പ്ലാനുമുണ്ടോ എന്ന് ചോദിക്കുമ്പോ ആ വാഴ്ത്തലപ്പുകൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് പതറാതെ ആ സഹാബത്ത് പറയാണ് ഫഅജാബ്, അവര് മറുപടി പറഞ്ഞു കല്ലാ ലാ നജൗതു മിനർ റദാ വയുസാബു അൻഫു മുഹമ്മദിൻ ബിറുആഫി. ഞങ്ങൾക്ക് പകരം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ വേണ്ടി പ്രായശ്ചിത്തമായി ഇവിടെ കൊണ്ടുവന്ന് നിർത്തുക എന്നത് പോയിട്ട് ഞങ്ങൾക്ക് പകരമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂക്കിൽ ഒരു പാട് വരുന്നത് പോലും, പ്രവാചകന് ഏതെങ്കിലും ഒരു പൊടിപടലം ബാധിക്കുന്നത് പോലും ഇഷ്ടപ്പെടുന്നവരല്ല, തൃപ്തിപ്പെടുന്നവരല്ല ഞങ്ങളെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞ സ്വഹാബത്ത്. അത് കേവലം ഒരു ആലങ്കാരികമായ കഥയാണോ? ഒരിക്കലുമല്ല. നേരെ മറിച്ച് കുരിശുമരച്ചിൽ കിടന്നുകൊണ്ട് പോലും അവര് പ്രഖ്യാപിച്ച കാര്യമാണ്. കൊല്ലാൻ കൊണ്ടുപോയപ്പോൾ അവര് പറഞ്ഞ വാചകമാണ് എന്ത്? അല്ലാഹുവിന്റെ റസൂലിനെ പകരം വെച്ചിട്ട് ഇവിടുന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നുവോ എന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞു ഇല്ല ഇല്ല, നേരെ മറിച്ച് ഞങ്ങൾ മരിക്കാനാണ്, മുസ്ലിമായി മരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്, പ്രവാചകന് കവചം തീർക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന്. അതേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ പ്രവാചകനോട് പറയുക മാത്രമല്ല, അതങ്ങനെ നടപ്പാക്കി കാണിച്ച സ്വഹാബികള് ഊദിന്റെ രണഭൂമിയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒറ്റപ്പെട്ടു പോയ രംഗത്ത് ആൺ പെൺ ഭേദമെന്നെ, ആണെന്നും പെണ്ണെന്നും വ്യത്യാസമില്ലാതെ റസൂലുള്ളാഹിന്റെ ചുറ്റിലേക്ക് ഓടി വന്ന സ്വഹാബത്ത്, അതിൽ മഹാനായ തൽഹ റളിയല്ലാഹു എന്ന് പറഞ്ഞ വാചകം, പ്രവാചകന്റെ നേരെ അമ്പുകൾ ഇങ്ങനെ പാഞ്ഞു വരുന്ന നേരത്ത്, പ്രവാചകനെ കൊല്ലാൻ വേണ്ടി ശത്രുക്കൾ ചുറ്റും നിന്നമ്പയുന്ന നേരത്ത് പ്രവാചകന്റെ മുന്നിൽ വന്ന് നിന്നുകൊണ്ട് കവചം തീർത്ത് മഹാനായ തൽഹ റളിയല്ലാഹു എന്ന് പറഞ്ഞ വാചകം ഇമാം ബുഖാരി ഉദ്ധരിച്ചു പോയി, ഇമാം മുസ്ലിം ഉദ്ധരിച്ചു പോയി. എന്തേ അവര് പറഞ്ഞത്? യാ നബിയല്ലാഹ് ബിഅബി അൻത ഉമ്മി, അല്ലാഹുവിന്റെ റസൂലേ എന്റെ ഉപ്പയും ഉമ്മയും അങ്ങക്ക് പ്രായശ്ചിത്തമാണ് നബിയേ, അവരെക്കാളും ഞാൻ വില കൽപ്പിക്കുന്നത് നിങ്ങൾക്കാണ് നബിയേ. അങ്ങ് പേടിക്കരുത്, അങ്ങ് വിഷമിക്കരുത്. ലാ തുശ്രിഫ് യുസീബുക സഹമുൻ മിൻ സിഹാമിൽ ഖൗം നഹരി ദൂന നഹരിക യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ, ആ ശത്രുക്കളെയും അമ്പിലൊന്നുപോലും അങ്ങയുടെ ശരീരത്തിൽ കൊള്ളുകയില്ല, അങ്ങയുടെ നെഞ്ചിൽ പതിക്കുകയില്ല. കാരണം നഹരി ദൂന നഹരിക, അങ്ങയുടെ നെഞ്ചിന് പരിചയായി കവചമായി തൽഹയുടെ നെഞ്ചു വെച്ചിട്ടുണ്ട് എന്ന് വിളിച്ചു പറഞ്ഞ ആ സ്വഹാബത്ത് നബിയുടെ മുന്നിൽ അമ്പുകൾക്ക് മുന്നിൽ, ആ അമ്പുകൾക്കും നബിക്കുമിടയിൽ ഒരു വിരിമാറ്, തന്റെ വിരിമാറ് കാട്ടി അത് പരിചയാക്കി വെച്ച് സ്വന്തം നെഞ്ചകത്തേക്ക് അമ്പേറ്റു വാങ്ങിയ റസൂലുള്ളാഹിന്റെ സ്വഹാബത്ത്. അവർക്കിതറിയില്ല, അവരിത് ചെയ്തിട്ടില്ല, അവരിത് അറിഞ്ഞിട്ടില്ല, അവരിത് മനസ്സിലാക്കിയിട്ടില്ലെന്ന് മാത്രമല്ല ഒരൊറ്റ സഹാബിക്ക് റബീഉൽ അവ്വൽ മാസം ആഘോഷിക്കാൻ കഴിയില്ല. കാരണം നേരത്തെ പറഞ്ഞല്ലോ, അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായ സമയമാണ്, റസൂലുള്ള വഫാത്തായ സമയമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ മാസമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞ മാസമാണ്. അതവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം വലിയ കരനിഴൽ വീഴ്ത്തിയ മാസമാണെന്ന് മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം. അതെ, ഞങ്ങൾ ഏറ്റവും അധികം സന്തോഷിച്ചത് നബി മദീനയിലേക്ക് വന്ന ദിവസമാണെങ്കിൽ മദീന, അതെ ആ മദീനയിൽ കരനിഴൽ വീണത് അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായ ദിവസത്തിലാണ് എന്ന് വളരെ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ആ നബി വഫാത്തായത് എപ്പോഴാണ് എന്ന് അതെ നമ്മുടെ സമസ്തക്കാരൻ 5ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന അവരുടെ ചരിത്ര പാഠ പുസ്തകം ഒന്ന് മറിച്ചു നോക്കിയാൽ അവിടെ കൃത്യമായി കാണാം. ഹിജ്റ 11 റബീഉൽ അവ്വൽ 12 ഹബീബുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തിൽ നിന്ന് യാത്ര പറഞ്ഞത്.
സമസ്തക്കാരൻ പാഠപുസ്തകത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിട പറഞ്ഞത്, മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര പറഞ്ഞത് ഹിജ്റ 11 റബീഉൽ അവ്വൽ 12 ഇത് പറയുകയും ചെയ്യും, എന്നാൽ പിന്നീട് മറക്കുകയും ചെയ്യും. ഇത് എവിടെയാണ് സുഹൃത്തുക്കളെ ഇവിടെ ഈ സമൂഹത്തിന് വ്യതിയാനം സംഭവിക്കുന്നത്? ഇതിനെ സംബന്ധിച്ച് നന്നായി ആലോചിക്കണം, ചിന്തിക്കണം. എന്നിട്ട് അതിന് സുയൂത്തി മറുപടി പറഞ്ഞിട്ടുണ്ട്. എത്ര ലാഘവത്തിലാണ് ആളുകൾ ഈ വിഷയം കൈകാര്യം ചെയ്യണമെന്നറിയാം. ഇമാം ഫാക്കിഹാനി വളരെ ശക്തമായി ഇതിനെതിരെ രംഗത്ത് വന്നു. ഇമാം ഫാക്കിഹാനി എന്ന വലിയ പണ്ഡിതൻ, ഇൻഷാ അല്ലാഹ് ഇമാം സുയൂത്തിയുടെയും ഫാക്കിഹാനിയുടെയും ഈ വിഷയത്തിലെ ചർച്ച ഒരു വിഷയമായി തന്നെ ഈ വിഷയത്തിൽ പറയണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് വിശദമായി ഞാൻ അതിലേക്ക് കയറുന്നില്ല. ഇമാം ഫാക്കിഹാനിക്ക് മറുപടി പറയാൻ ഇമാം സുയൂത്തിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇമാം ഫാക്കിഹാനി വലിയൊരു പണ്ഡിതനാണ്. അദ്ദേഹം പറഞ്ഞു, ഈ നബി ദിനത്തെ ഹറാം എന്ന ഗണത്തിലല്ലാതെ വേറെ ഒന്നുകിൽ ഹറാം അല്ലെങ്കിൽ മക്രൂഹ്, ഇസ്ലാമിലെ പഞ്ചഹുക്കുമുകളിൽ വിധി പറയുകയാണെങ്കിൽ ഇത് സുന്നത്താണോ പറയാൻ പറ്റില്ല, സുന്നത്താണ്. ഫർദാണോ പറയാൻ പറ്റില്ല, ഫർദ്. ഇനി അതല്ല മുബാഹാണോ, നമ്മൾ കുപ്പായ്ക്ക് ഇസ്തിരി ഇടുന്ന പോലെ അങ്ങനെ സമ്പ്രദായമാണ്. ചെയ്താലും കുഴപ്പമില്ല, ചെയ്തില്ലേലും കുഴപ്പമില്ല, അങ്ങനെയാണോ, മുബാഹാണോ? ഇമാം ഫാക്കിഹാനി പറഞ്ഞു, മുബാഹിന്റെ ഗണത്തിൽ എന്ന് പറയാൻ പറ്റൂല. ഒന്നുകിൽ ഒന്നുകിൽ അത് ഹറാം അല്ലെങ്കിൽ മക്രൂഹ്. ഈ രണ്ട് വിധിയിലല്ലാതെ വേറൊരു വിധിയിലും ഈ നബിദിനാഘോഷം കൊണ്ടുവരാൻ പാടില്ല. ഇത് ഫാക്കിഹാനി ദുനിയാവിലല്ല, പടച്ചവന്റെ മുന്നിൽ പരലോകത്ത് റബ്ബിന്റെ മുന്നിൽ വെച്ച് ചോദിച്ചാലും ഫാക്കിഹാനിക്ക് പറയാനുള്ളൂ എന്ന് പടച്ചവനെ സാക്ഷി നിർത്തി പരലോകത്തെ നിർത്തി ഇമാം ഫാക്കിഹാനി പ്രസിദ്ധ പണ്ഡിതൻ പറഞ്ഞത് കാണാം. അതിന് പിന്നീട് ഇമാം സുയൂത്തി മറുപടി എഴുതാൻ ശ്രമിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് അത് കാണാറുണ്ട്. അതിലാണ് ഈ ചോദ്യം ഉണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായ മാസാണല്ലോ റബീഉൽ അവ്വൽ, പിന്നെ എങ്ങനെ ആഘോഷിക്കാൻ പറ്റുക? അപ്പൊ അതിനൊരു മറുപടി പറയുന്നുണ്ട്. അതെന്താണെന്നറിയോ? അതൊക്കെ ഇവരൊക്കെ പറയുന്നുണ്ട്. അതെന്താന്ന് ചോദിച്ചാല് അതിന് പ്രശ്നമൊന്നുമില്ല, നബി വഫാത്തായതിന് വലിയ പ്രശ്നമൊന്നുമില്ല. നബി ജനിച്ച സന്തോഷം തന്നെയാണ് വലിയ കാര്യം, നബി വഫാത്തായത് വലിയ പ്രശ്നമില്ല. ഇതാണ് മറുപടി. ഞാൻ ചോദിക്കട്ടെ, നാടൻ ഒരു സാധാരണക്കാരെ കൊണ്ട് നിങ്ങൾ അത് പറയിക്കുമോ? ചിലപ്പോ വലിയ തലപ്പാവൊക്കെ ഉള്ള ഉസ്താദുമാര് ചിലപ്പോൾ പറയും, കാരണം അവർക്ക് അന്നയും വില്ല ഇല്ലാത്തതുകൊണ്ട് അവർക്കൊന്നും പറയാം. നിങ്ങളെ നാടനെ വിളിച്ചിട്ട് നിങ്ങളത് പറയിക്കും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിൽ ഞങ്ങൾക്കൊരു പ്രശ്നമില്ല എന്ന് പറയട്ടെ, ഒരു നാടൻ പറയട്ടെ? പറയില്ല. ഒരു മുഅ്മിനായ മനുഷ്യനെന്ന് പറയില്ല. മുൻഗാമികൾ അത് പറഞ്ഞിട്ടില്ല. അതറിയണമെങ്കിൽ സുഹൃത്തുക്കളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ സന്ദർഭത്തിൽ നടന്ന സംഭവങ്ങളൊന്ന് വായിച്ചാൽ മതി, ഒന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്നൊന്ന് പരിശോധിച്ചാൽ മതി. സ്വഹാബത്തിനുണ്ടായ വിഭ്രാന്തി എന്തായിരുന്നുവെന്ന് മനസ്സിലാക്കാൻ ഒന്ന് മാത്രം ഞാൻ പറയട്ടെ. മഹാനായ ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ അൽ ബിദായത്തു വന്നിഹായിൽ ആ വീട്ടിൽ അന്ന് നടന്ന റബീഉൽ അവ്വൽ 12 നടന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിൽ നടന്ന സംഭവത്തെ വിശദീകരിക്കുന്നത്, ആ വിശദീകരിച്ച ഭാഗമൊന്ന് ഞാൻ വായിക്കുകയാണ്. വഅഖബല അബൂബക്കർ സല്ലല്ലാഹു അലൈഹി വസല്ലം മിന സുന്നി അലാ ദാബത്തിഹി, മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുന്ന നേരത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സുന്നി എന്ന് പറയുന്ന പ്രദേശത്താണ് ഉണ്ടായിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ സമയത്ത് സുന്നഹിൽ നിന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ വാഹനപ്പുറത്തേറി വരികയാണ്. ഹത്താ നസല ബി ബാബിൽ മസ്ജിദ്, അങ്ങനെ വന്നുകൊണ്ട് അദ്ദേഹം റസൂലുള്ളാഹിന്റെ പള്ളിയുടെ ആ കവാടത്തിൽ ഇറങ്ങുകയാണ്. വഅഖബല മക്റൂബൻ ഹസീനാ, അങ്ങേറ്റം വേദനിച്ച് വിഷമിച്ച് വിഷണ്ണനായി കൊണ്ടാണ് അദ്ദേഹം കടന്നു വരുന്നത്. ഫസ്തഅദന ഫീ ബൈതി ബിനതിഹി ആയിഷ, അല്ലാഹുവിന്റെ റസൂലിന്റെ ജനാസയുള്ളത്, മുത്തുനബിയുടെ ജനാസയുള്ളത് അതേ ആയിഷ ബീവിയുടെ വീട്ടിലാണ്. ആയിഷ ബീവി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മോളാണല്ലോ. അതുകൊണ്ട് ഇതാ മകളുടെ വീട്ടിൽ വന്നുകൊണ്ട് അനുവാദം ചോദിക്കുകയാണ്. ഫഅദിനത് ലഹു, മഹാമതിയായ ആയിഷ ബീവി വീട്ടിലേക്ക് വരാൻ അനുവാദം കൊടുക്കുകയാണ്. അങ്ങനെ ആയിഷ ബീവിയുടെ വീടിന്റെ വിരി മാറ്റിക്കൊണ്ട് കേറി ചെല്ലുകയാണ്. അങ്ങനെ ഫദഖല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കേറി ചെല്ലുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് തുവഫിയ അലൽ ഫിറാശ്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇതാ അവിടെ കിടത്തിയിട്ട് ഒരു തുണി കൊണ്ട് ഇങ്ങനെ മൂടിയിരിക്കുന്നു. പ്രവാചകൻ അവിടെ കിടത്തിയിരിക്കുന്നു. വന്നിസ്വതു ഹൗലഹു, ചില സ്ത്രീകൾ മാത്രമാണ് അവിടെ ഉള്ളത്, അവരിങ്ങനെ വട്ടത്തിൽ നിൽക്കുന്നുണ്ട്. വസ്തതർന മിൻ അബീബക്കറിൻ ഇല്ലാ മാ കാന മിൻ ആയിഷ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങോട്ട് കടന്നു ചെല്ലുമ്പോ ഈ പെണ്ണുങ്ങളെല്ലാം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് മാറുകയാണ്. ആയിഷ ബീവി മാത്രം അവിടെ നിൽക്കുകയാണ്. ഫകശഫൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനാസ മൂടിയിട്ടിരിക്കുന്നു. ആ തുണി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നീക്കുകയാണ്.
فأتى عليه يقبله ويبكي അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുവദനത്തിലേക്ക് മുഖമടിപ്പിച്ചുകൊണ്ട് പ്രവാചകന്റെ തിരുനെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരയുകയാണ്. കരഞ്ഞുകൊണ്ട് യഖൂലു അദ്ദേഹം പറയുന്നുണ്ട് ലൈസമാ യഖൂലു ഇബ്നുൽ ഖത്താബ് ശൈആ അതേ പുറത്ത് ഇബ്നുൽ ഖത്താബ് ഉമർ ഇബ്നുൽ ഖത്താബ് പറയുന്നത് പോലെയല്ല, അതുപോലെയല്ല കാര്യം. അതേ ഉമർ ഇബ്നുൽ ഖത്താബിനൊന്നും മനസ്സിലായിട്ടില്ല. തുവഫിയ റസൂലുള്ളാഹ് അല്ലാഹുവിന്റെ റസൂൽ മരണപ്പെട്ടിരിക്കുന്നു, പ്രവാചകൻ വഫാത്തായിരിക്കുന്നു. വല്ലദീ നഫ്സി ബിയദിഹി റഹ്മത്തുള്ളാഹി അലൈക യാ റസൂലല്ലാഹ് മാ അത്യബക ഹയ്യൻ വമയ്യിതാ. അവിടെയുള്ളവരെല്ലാം കേൾക്കുമാർ ഉച്ചത്തിൽ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇത് അല്ലാഹുവിനെ കൊണ്ട് സത്യം ചെയ്യുകയാണ്, റബ്ബിനെ കൊണ്ട് സത്യം ചെയ്യുകയാണ്. വല്ലദീ നഫ്സി ബിയദിഹി അല്ലാഹുവിന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനെ തന്നെ സത്യം. അല്ലാഹുവിന്റെ കാരുണ്യം നബിയെ നിങ്ങളുടെ മേലുണ്ടാകട്ടെ. മാ അത്യബക ഹയ്യൻ വമയ്യിതാ. ഓ നബിയേ, അങ്ങ് ജീവിച്ചിരുന്നപ്പോഴും സുഗന്ധപൂരിതം തന്നെ, അങ്ങ് മരിച്ചപ്പോഴും മരണപ്പെട്ടപ്പോഴും സുഗന്ധപൂരിതം തന്നെ. ആ വസ്ത്രം എടുത്തുകൊണ്ട് അതേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മൂടുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനെ ആ മയ്യത്തിനെ മൂടിയിട്ടുള്ള തുണി കൊണ്ട് വീണ്ടും മൂടിയിട്ട് പള്ളിയിലേക്ക് ഓടിച്ചെല്ലുകയാണ്. ആളുകൾ ഇങ്ങനെ പള്ളിയിൽ കൂടിയിരിക്കുന്നുണ്ട്. അവർക്കിടയിലൂടെ അവരുടെ പിന്നടികൾക്കിടയിലൂടെ മിമ്പറിലേക്ക് നേരെ പോകുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. വജലസ ഉമറു ഹീന റആ അബൂബക്കർ മുഖബിലൻ ഇലൈഹി റളിയല്ലാഹു അൻഹു അവിടെയുണ്ട്. അദ്ദേഹത്തിലേക്ക് നോക്കി, അദ്ദേഹത്തെ നോക്കിക്കൊണ്ട് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെയുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു നോക്കുന്നുണ്ട്. വഖാമ അബൂബക്കർ ഇലാ ജാനിബിൽ മിമ്പർ. ആ മിമ്പറിന്റെ ഓരത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിന്നു. വനാദൻ നാസ, എന്നിട്ട് ജനങ്ങളെ വിളിച്ചു. വജലസു, അവർ മുഴുവനും വന്നവിടെ ഇരുന്നു. വൻസതു, അവരോട് മിണ്ടാതിരിക്കാൻ പറയുകയും അവരെല്ലാവരും നിശബ്ദരാവുകയും ചെയ്തു. ഫതശഹദ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിനെ പുകഴ്ത്തി. ബിമാ അലിമഹു മിനൽ തശഹുദ്, അദ്ദേഹത്തിന് അറിയാവുന്ന രൂപത്തിൽ അല്ലാഹുവിനെ ഹംദുകൾ പറഞ്ഞു. അങ്ങനെ റബ്ബിനെ പുകഴ്ത്തി ഹംദുകൾ സമർപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു ഇന്നല്ലാഹ അസ്സ വജല്ല നആ നബിയഹു ഇലാ നഫ്സിഹി വഹുവ ഹയ്യുൻ ബൈന അദ്ഹുരികും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്നപ്പോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിന്റെ മരണവാർത്ത അറിയിച്ചിട്ടുണ്ട്. വനആകും ഇലാ അൻഫുസികും, നിങ്ങൾക്കും അല്ലാഹു വിളംബരം ചെയ്തു തന്നു. നിങ്ങളുടെ മരണത്തെയും അല്ലാഹു നിങ്ങൾക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. ഹത്താ ലാ യബ്ഖാ മിൻകും അഹദുൻ ഇല്ലല്ലാഹ്, നിങ്ങളിൽ അല്ലാഹുവല്ലാതെ ഒരാളും ബാക്കിയാവുകയില്ല. ആ നിലക്ക് എല്ലാവരും മരിക്കുന്നതിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. നബിയോട് പ്രത്യേകം അത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖുർആനിൽ ആയത്ത് ഓതുകയാണ്. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ. അതേ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് നബി അല്ലാഹുവിന്റെ ദൂതൻ മാത്രമാണ്. വഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ, ഈ നബിക്ക് മുമ്പും ഒരുപാട് പ്രവാചകന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട് എന്നർത്ഥം വരുന്ന ഉഹുദ് ഇറങ്ങിയ ആയത്തുണ്ടല്ലോ. പ്രവാചകൻ മരിച്ചു എന്ന കിംവദന്തി പരന്ന വേളയിൽ നബിയുടെ സ്വഹാബത്ത് ഉഹുദിന്റെ രണഭൂമിയിൽ വെച്ചുകൊണ്ട് വാളുകൾ വലിച്ചെറിഞ്ഞ് ചിന്ന ഭിന്നമായി നിരാശരായി ഓടിപ്പോയപ്പോ അവിടെ ഇറങ്ങിയ ആയത്തുണ്ടല്ലോ. എന്ത് മുഹമ്മദ് എന്ന് പറഞ്ഞാൽ, റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ അത് അല്ലാഹുവിന്റെ റസൂലാണ്. ഇല്ലാ റസൂൽ പ്രവാചകനാണ്, അല്ലാഹുവിന്റെ റസൂൽ മാത്രമാണ്. പ്രവാചകൻ ഈ നബിക്ക് മുമ്പും ഒരുപാട് പ്രവാചകന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ നബി മരിച്ചെന്ന് കേട്ടാൽ മുഹമ്മദ് നബി മരിച്ചു എന്ന് കേൾക്കുമ്പോ, അല്ലെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ വധിക്കപ്പെട്ടു എന്ന് കേൾക്കുമ്പോ നിങ്ങൾ നിങ്ങളുടെ പിരടിയിലേക്ക് നിങ്ങൾ തിരിഞ്ഞു പോവുകയാണോ, നിങ്ങൾ നിങ്ങളുടെ പാട്ടിന് പോവുകയാണോ? അങ്ങനെ നിങ്ങൾ പോയാൽ അതുകൊണ്ട് അല്ലാഹുവിന് ഒരു ചുക്കും സംഭവിക്കാനില്ല എന്നർത്ഥം വരുന്ന ആയത്ത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ സദസ്സിന് മുമ്പാകെ ഒരിക്കൽ കൂടി ഓതി കേൾപ്പിക്കുമ്പോ ഫഖാല ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, ഹാദിഹിൽ ആയത്തു ഫിൽ ഖുർആൻ, ഇത് ഖുർആനിലുള്ള ആയത്ത്
ആയത്താണോ? ആരെച്ചാല് ബേജാറായി പോയി. മർദിയല്ലാഹു പറഞ്ഞു മാമാത റസൂലുള്ളാഹ്. മർദിയല്ലാഹു അങ്ങനെ വിശ്വസിച്ചിരുന്നത് നബി മരിക്കൂല. അദ്ദേഹം പറഞ്ഞു മാമാത റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ മരിച്ചിട്ടില്ല. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനങ്ങാതെ അവിടെ കിടക്കുന്നുണ്ടെങ്കിൽ അത് പണ്ട് തൂരി സീനാ പർവ്വതത്തിലേക്ക് മൂസാ നബി തൗറാത്ത് വാങ്ങാൻ പോയല്ലോ, അതുപോലെ പോയതാണ്. ആ നബി മടങ്ങി വരും. എന്നിട്ട് മുഹമ്മദ് നബി വഫാത്തായി എന്ന് പറയുന്ന സർവ്വ മുനാഫിഖുകളെയും ആ റസൂൽ ശരിയാക്കും. ആരെങ്കിലും മുഹമ്മദ് മരിച്ചെന്ന് പറഞ്ഞാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ തല ഞാൻ എടുക്കും, അവന്റെ തല ഞാൻ എടുക്കുമെന്ന് പ്രഖ്യാപിച്ച് ഉമർ റളിയല്ലാഹു അൻഹു നിൽക്കാൻ. അവിടേക്കാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നിട്ട് പറയുന്നത്, ഖുർആനിൽ ആയത്തുണ്ട്, അല്ലാഹു നഅ നബിയഹു ഇലാ നഫ്സിഹി വഹുവ ഹയ്യുൻ ബൈന അദ്ഹുരികും. ആ നബി നിങ്ങൾക്കിടയിൽ ജീവിച്ചിരിക്കുമ്പോൾ അല്ലാഹു അറിയിച്ചതാണത്. ആയത്ത് നിർത്തുന്നില്ല. ആ ആയത്തിന് പുറമെ ശതക്കണക്കിന് ആയത്തുകൾ ഓതുകയാണ്. ഇന്നക മയ്യിതുൻ വഇന്നഹും മയ്യിതൂൻ. വഖദ് ഖാല അല്ലാഹു തആല ലി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയോട് വീണ്ടും അല്ലാഹു പറഞ്ഞിട്ടുണ്ടല്ലോ, ഇന്നക മയ്യിതുൻ, നബിയെ നിങ്ങൾ മരിക്കുന്നതാണ്. വഇന്നഹും മയ്യിതൂൻ, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാരും മരണം ആസ്വദിച്ചവരാണ്, ആസ്വദിക്കുന്നവരാണ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. വഖാല അല്ലാഹു തആല, വീണ്ടും ഖുർആൻ പറഞ്ഞല്ലോ, കുല്ലു ശൈഇൻ ഹാലികുൻ ഇല്ലാ വജ്ഹഹു ലഹുൽ ഹുക്മു വഇലൈഹി തുർജഊൻ. അല്ലാഹ് ഇല്ലാത്തതെല്ലാം നശിക്കുമെന്ന് വീണ്ടും ഖുർആൻ പറഞ്ഞല്ലോ. വഖാല തആല, കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. എല്ലാം നശിക്കുമെന്ന് വീണ്ടും അല്ലാഹ് പറഞ്ഞല്ലോ. വഖാല തആല, വീണ്ടും ഖുർആൻ അല്ലാഹ് പറഞ്ഞല്ലോ, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് ഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ. മനസ്സിലാക്കണം. വീണ്ടും ആയത്തുകൾ ഇങ്ങനെ ഓതിക്കൊടുക്കണം. ഓരോരോ ആയത്തോതി പഠിപ്പിക്കണം. എന്ത്? മുഹമ്മദ് നബി വഫാത്തായി, സഹാബത്തിന് ആയത്തോതി പഠിപ്പിക്കേണ്ടി വന്നു. കാരണം നബി വഫാത്തായത് പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത റസൂലുള്ളാഹിന്റെ സഹാബത്ത്, നബിയുടെ സഹാബത്ത്. പിന്നെ നിങ്ങൾ നോക്കൂ, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വരെ സമാധാനിപ്പിക്കുകയാണ്. ഇന്നല്ലാഹ അമ്മറ മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅബ്ഖാ. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബിക്ക് ആയുസ് കൊടുത്തു. ഹത്താ അഖാമ ദീനല്ലാഹ്, അല്ലാഹുവിന്റെ ദീൻ പൂർണ്ണമായി ഇവിടെ നിലനിർത്തുന്ന രൂപത്തിൽ. വഅൽഹറ അംറല്ലാഹ്, അല്ലാഹുവിന്റെ കൽപ്പനകൾ മുഴുവനും ഇവിടെ പ്രകടമാക്കുന്ന രൂപത്തിൽ. വബല്ലഗ റിസാലത്തല്ലാഹ്, അല്ലാഹുവിന്റെ റിസാലത്ത് ആ നബി ഇവിടെ എത്തിച്ചു തന്നു. വജാഹദ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ അദ്ദേഹം ജിഹാദ് ചെയ്തു. തുമ്മ തവഫാഹുല്ലാഹു അലാ ദാലിക, അതിനുശേഷം അത് പൂർത്തിയായപ്പോ അല്ലാഹു അദ്ദേഹത്തിന്റെ റൂഹ് കൊണ്ടുപോയി. വഖദ് തറകകും അലാ ത്വരീഖ, ആ നബി നിങ്ങളെ ഉപേക്ഷിച്ചത് ഒരു വഴിയിലാണ്, ഒരു മാർഗ്ഗത്തിലാണ്. ഫലയഹ്ലിക ഹാലികുൻ ഇല്ലാ മിൻ ബഅദിൽ ബയ്യിനതി വശിഫാ, കൃത്യമായ തെളിവ് വന്നതിനു ശേഷം, ശമനം കിട്ടിയതിനു ശേഷം, അതേ നശിച്ചവനല്ലാതെ, ഹാലിക്കല്ലാതെ നശിക്കുന്നതല്ല, അങ്ങേറ്റം പോയവനല്ലാതെ പോകുന്നതല്ല. എന്നിട്ട് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഫമൻ കാന അല്ലാഹു റബ്ബഹു ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്. ഏതൊരുത്തനും അല്ലാഹു റബ്ബായി, അല്ലാഹു അവന്റെ റബ്ബായോ, ആ റബ്ബ് ഹയ്യുൻ ലാ യമൂത്, മരിക്കാതെ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. ഫമൻ കാന യഅ്ബുദു മുഹമ്മദൻ, ആരെങ്കിലും മുഹമ്മദിനെ ആരാധിക്കുന്നുവെങ്കിൽ, വയുനസ്സിലുഹു ഇലാഹൻ, ആ നബിയെ ഇലാഹാക്കുന്നുവെങ്കിൽ, ഫഖദ് ഹലക ഇലാഹുഹു, അവന്റെ ഇലാഹ് ഇതാ മരണപ്പെട്ടു പോയിരിക്കുന്നു. മുഹമ്മദ് നബി ആരെങ്കിലും ഇലാഹാക്കിയിട്ടുണ്ടെങ്കിൽ ഫഖദ് ഹലക ഇലാഹുഹു, അവന്റെ ഇലാഹ്, അവന്റെ ദൈവം ദാ മരണപ്പെട്ടിരിക്കുന്നു. ഫത്തഖുല്ലാഹ അയ്യുഹന്നാസ്, അല്ലാഹുവിനെ സൂക്ഷിക്കണേ ജനങ്ങളെ. വഅതസിമു ബിദീനികും, നിങ്ങൾ അല്ലാഹുവിന്റെ ദീൻ മുറുകെ പിടിക്കണേ ജനങ്ങളെ. വതവക്കലു അലാ റബ്ബികും, നിങ്ങൾ റബ്ബിൽ തവക്കുലാക്കണേ ജനങ്ങളെ. ഫഇന്ന ദീനല്ലാഹി ഖായിം, അല്ലാഹുവിന്റെ ദീൻ എന്നും ഇവിടെ നിൽക്കുന്നതാണ്. വഇന്ന കലിമത്തുല്ലാഹി തമ്മ, അല്ലാഹുവിന്റെ കലിമത്ത് പൂർണ്ണമായതാണ്. വഇന്നല്ലാഹ നാസിറുൻ മൻ നസറ, അല്ലാഹുവിനെ സഹായിക്കുന്നവരെ, അല്ലാഹുവിന്റെ ദീനിനെ സഹായിക്കുന്നവരെ അല്ലാഹു സഹായിക്കുന്നതാണ്. വമുഇസ്സുൻ ദീനഹു, അല്ലാഹുവിന്റെ ദീൻ, ആ ദീൻ വഴി അവൻ ഇസ്സത്ത് കൊടുക്കും. അല്ലാഹുവിന്റെ ദീനിനെയും അവൻ ഇസ്സത്തിൽ, പ്രതാപത്തിൽ നിലനിർത്തും. വഅന്ന കിതാബല്ലാഹി ബൈന അദ്ഹുരിനാ വഹുവ അൻ-നൂറു വശിഫാ, ആ മുഹമ്മദ് നബി ലോകത്ത് കടന്നു വന്നിട്ട്
കിതാബ് ഖുർആൻ, ഇതാ ആ പ്രകാശ ഗ്രന്ഥം അത് നമ്മുടെ കയ്യിലുണ്ട്. ആ പ്രകാശവും വെളിച്ചവും നമ്മുടെ കയ്യിലുണ്ട്. വശിഫാ, ആ ശമനം നമ്മുടെ കയ്യിലുണ്ട്. വബിഹി ഹദല്ലാഹു മുഹമ്മദൻ, ആ ഖുർആൻ കൊണ്ടാണ് മുഹമ്മദ് നബി അല്ലാഹു നേർവഴിയിലൂടെ നയിച്ചത്. വഫീഹി ഹലാലുല്ലാഹി വഹറാമു, അതിൽ അല്ലാഹുവിന്റെ ഹലാലുകളുണ്ട്, അല്ലാഹു നിഷിദ്ധമാക്കിയ ഹറാമുകളുണ്ട്. അതുപോലെ ആ ഖുർആൻ നിങ്ങൾ സ്വീകരിക്കണം, ആ ഖുർആനിലേക്ക് നിങ്ങൾ മടങ്ങണം, ആ ഖുർആനെ അവലംബിച്ച് നിങ്ങൾ ജീവിക്കണം എന്ന് പറഞ്ഞവരെ സമാധാനിപ്പിക്കുകയാണ്, ആശ്വസിപ്പിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഇത് ഇസ്ലാമിക ലോകത്തിന്റെ ചരിത്രമാണ്. ഇസ്ലാമിക ലോകത്തിന്റെ ചരിത്രമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഇടപെടലാണ്. ആ സമയത്ത് ആളുകൾ പള്ളിയിൽ കൂടിയിരിക്കുമ്പോ എല്ലാവരും അത് കേട്ടിട്ട് സുമ്മൻ സറഫ, അവർ തിരിഞ്ഞു പോവുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായി എന്ന വാർത്ത ഉൾക്കൊള്ളാൻ പോലും അവർക്ക് ഒരുപാട് സമയമെടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി എന്ന് കേട്ടപ്പോ അവർക്ക് താങ്ങാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, നിങ്ങൾക്കറിയാം, ആ സദസ്സിൽ ഇരുന്ന് സ്വഹാബികൾ പിരിഞ്ഞു പോയതിനു ശേഷം ആ നാട്ടിലേക്ക് കടന്നു വന്ന അബൂ ദുഹൈബ് ദുഹലി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, നമുക്കറിയാം, തഫ്സീറുകൾ വായിക്കുമ്പോ പലപ്പോഴും അദ്ദേഹത്തിന്റെ കവിതകൾ ഉദാഹരണങ്ങളായി മിക്ക തഫ്സീറുകളിലും കാണാം. അബൂ ദുഹൈബ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രസിദ്ധനായ കവിയാണ് അദ്ദേഹം. അദ്ദേഹം ആ നാട്ടിലേക്ക് കടന്നു വരുന്ന രംഗം പറയുന്നുണ്ട്. അദ്ദേഹം നേരെ വന്നു, ആ മദീനയിലേക്ക് കടന്നു വരുമ്പോ ഒന്നും കേൾക്കാൻ കഴിയുന്നില്ല. ആ ഹജീജുകളായ ഹജ്ജിന് പോകുന്ന ആളുകൾ അവര് പിന്നെ തഹ്ലീൽ ചെല്ലുമ്പോ, അവരെ സംബന്ധിച്ചിടത്തോളം അവർ തൽബിയത്ത് ചെല്ലുമ്പോ കേൾക്കുന്ന ഒരു ശബ്ദമുണ്ടല്ലോ, ആ ശബ്ദം പോലെ ഒരു ശബ്ദം ഇങ്ങനെ കേൾക്കുകയാണ്. മദീനയിലേക്ക് അദ്ദേഹം കടന്നു വരുമ്പോ അങ്ങനെ അവരുടെ ആ ഒരു ഇരമ്പൽ, സാധാരണ തൽബിയത്തൊക്കെ പിന്നെ ചെല്ലുന്ന നേരത്ത് കേൾക്കുന്ന ഇരമ്പലുണ്ടല്ലോ, ആ ഇരമ്പൽ പോലെയുള്ള ഒരു ഇരമ്പൽ മാത്രമാണ് മദീനയിലേക്ക് കടന്നു വരുമ്പോൾ അദ്ദേഹത്തിന് കേൾക്കാൻ കഴിയുന്നത്. അദ്ദേഹം ചോദിക്കുകയാണ്, എന്ത് സംഭവിച്ചു പോയി? കാരണം അദ്ദേഹം വന്ന് നോക്കുമ്പോ മദീനത്തെ പള്ളിയിൽ ആരെയും കാണുന്നില്ല, അവിടെ ആരെയും കാണുന്നില്ല. നേരെ മറിച്ച് അദ്ദേഹം കേൾക്കുന്നത് ഹജ്ജിന്റെ വേളകളിൽ ആളുകൾ ആ തൽബിയത്ത് ചെല്ലുമ്പോൾ കേൾക്കുന്ന ഇരമ്പൽ പോലെ ഒരു കരച്ചിലിന്റെ ഇരമ്പൽ മാത്രമാണ് കേൾക്കുന്നത്. ആ ഇരമ്പൽ ഇങ്ങനെ കേൾക്കുമ്പോ ഞാൻ ചോദിച്ചു, എന്ത് സംഭവിച്ചു പോയി? അപ്പോഴവര് പറയാണ്, ഖുബില റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായി. മനസ്സിലാക്കണം, അന്ന് മദീനയുടെ അവസ്ഥ ഏതാണ്? മദീനയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ പ്രതിസന്ധി അതാണ്. മദീനയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് അവർ കണ്ടത്. റബീഉൽ അവ്വൽ 12 സംഭവിച്ച പ്രതിസന്ധിയാണ്. അതുകൊണ്ടാണ് അവിടെ ഇങ്ങോട്ടുള്ള മഹാന്മാര് മുഴുവനും വേദനയോടെ നൊമ്പരത്തോടെ ജീവിച്ചത്. മാത്രമല്ല, അവരുടെ ഗദ്ഗതങ്ങൾ, അവരുടെ സങ്കടങ്ങൾ കവിതയായും മറ്റും പുറത്തു വന്നത്. അബൂ സുഫിയാൻ വരെ പാടുകയാണ്, ഈ രാത്രിയിൽ ഞങ്ങൾ കഴിച്ചു കൂട്ടേണ്ടി വരുന്നല്ലോ. പക്ഷെ ഈ രാത്രിയുടെ പ്രത്യേകത റബീഉൽ അവ്വലിന്റെ ഈ പാതിരാത്രി, ഈ രാത്രി ഞങ്ങളിൽ നിന്ന് വിട്ടുപോകുന്നില്ലല്ലോ. അതിങ്ങനെ നിൽക്കുകയാണ്. ആ വേദനയുടെ നിമിഷങ്ങൾ, നൊമ്പരങ്ങൾ, ആ നൊമ്പരങ്ങളുമായി ഇതാ ഞങ്ങളിൽ നിന്ന് വിട്ടുപോകാതെ ഇതിങ്ങനെ നിൽക്കുകയാണല്ലോ. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത്തരം മുസീബത്തുകൾ, ഇത്രത്തോളം വരുന്ന മുസീബത്തുകൾ ബാധിച്ചിട്ടില്ല. അവരെ ബാധിച്ച എല്ലാ മുസീബത്തുകളും വളരെ ചെറുതാണ്. എന്നാൽ ഞങ്ങൾക്ക് ഇത് താങ്ങാൻ കഴിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് അവരെ കരയുകയാണ്. മാത്രമല്ല, അവരുടെ ഗദ്ഗതങ്ങൾ ഓരോരുത്തരോടുള്ള വിഷമം അനുഭവിക്കുന്ന മറ്റുള്ളവരോടുള്ള പ്രതികരണമായി കടന്നു വരികയാണ്.
കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഫാത്തിമ റളിയല്ലാഹു അൻഹാ, വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, നിന്റെ വിഷമം മനസ്സിലാക്കാൻ കഴിയുന്ന വിഷമമാണോ മോളെ? നീ സമാധാനിക്ക്. നിന്റെ ഉപ്പയുടെ ഖബർ അത് എല്ലാ ഖബറുകളുടെയും സയ്യിദാണ്. ആ സയ്യിദാകാൻ കാരണം ആ ഖബറുള്ളത് സയ്യിദുർ റസൂലാണ്, സയ്യിദുൻ നാസാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം കരയുന്നത് കാണാൻ കഴിയും. ഇങ്ങനെ അവിടെ നിങ്ങോട്ടുള്ള സ്വഹാബത്ത് മുതൽ വർഷങ്ങൾ പിന്നിട്ട് ജീവിച്ച സ്വഹാബത്ത്, ആ സ്വഹാബത്തിന്റെ അവസാന സെക്കൻഡുകൾ വരെ വ്യാഴാഴ്ച എന്ന് പറഞ്ഞാൽ പോലും മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, മുഫസ്സിറുകളുടെ നേതാവായ റഈസുൽ മുഫസ്സിരീനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ കരയിപ്പിക്കണമെങ്കിൽ യൗമുൽ ഖമീസ് എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു എന്ന് ഹദീസിന്റെ താളുകളിൽ നമുക്ക് വായിക്കാൻ കഴിയും. യൗമുൽ ഖമീസ്, വ്യാഴാഴ്ച എന്ന് പറയുമ്പോൾ അദ്ദേഹം കരയുന്നത് കണ്ട സ്വഹാബത്ത് കാര്യമറിയാതെ ചോദിക്കുകയാണ്, എന്തേ നിങ്ങൾ വ്യാഴാഴ്ച എന്ന് പറയുമ്പോൾ കരയുന്നത് എന്ന് ചോദിക്കുമ്പോ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നൽകിയ മറുപടി എന്തെന്നറിയുമോ? എന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്ത് നിന്ന് വേർപിരിയാൻ കാരണമായ വജഅ്, ആ വേദന, ആ രോഗം, ആ പ്രയാസം അല്ലാഹുവിന്റെ റസൂലിനെ ബാധിച്ചത് ഒരു വ്യാഴാഴ്ചയായിരുന്നു. അതുകൊണ്ട് വ്യാഴാഴ്ച എന്ന് പറയുമ്പോൾ അറിയാം, മനസ്സിലാക്കണം. മഹാനായ ബിലാൽ മുഅദ്ദിൻ നാട് വിട്ടു പോവുകയാണ്, മദീന വിട്ടു പോവുകയാണ്. അദ്ദേഹം പറയുന്നില്ല, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ഒരാൾക്ക് വേണ്ടിയും ബാങ്കിയാകാൻ, മുഅദ്ദിനാകാൻ ബിലാൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് നാട് വിട്ടു പോവുകയാണ്, ദൂരദേശത്തേക്ക് പോവുകയാണ്. കാരണം ബിലാൽ നോക്കുന്നിടത്തും നടക്കുന്നിടത്തും എല്ലായിടത്തും റസൂലുള്ളാഹിന്റെ അടയാളങ്ങൾ കാണുകയാണ്. കാരണം മദീനയിലെ ഓരോ ഈത്തപ്പനകൾക്കും ഹബീബിനെ അറിയാം, ഓരോ ഒട്ടകങ്ങൾക്കും ഹബീബിനെ അറിയാം, ഓരോ മണൽത്തരികൾക്കും ഹബീബിനെ അറിയാം. അതുകൊണ്ട് തന്നെ ബിലാൽ മുഅദ്ദിൻ നോക്കുന്നിടത്തേക്ക് ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടയാളമായത് കൊണ്ട് തന്നെ പ്രവാചകൻ വഫാത്തായി കിടക്കുന്ന വേളയിൽ ബാങ്ക് കൊടുക്കുന്ന നേരത്ത് അശ്ഹദു അന്ന മുഹമ്മദൻ എന്ന റസൂലുള്ളാഹിന്റെ പേര് പറയുമ്പോ പലതവണ ബോധക്ഷയനായി നിലത്തേക്ക് വീണുപോയ ബിലാൽ മുഅദ്ദിൻ നാട് വിട്ടുപോയി. വർഷങ്ങൾ കഴിഞ്ഞുപോയി. രണ്ട് വർഷവും ഏതാനും ദിവസങ്ങളും മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫയായി. അതും കഴിഞ്ഞ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നാട് ഭരിക്കുന്ന കാലത്ത് അങ്ങനെ മഹാനായ ബിലാൽ മുഅദ്ദിൻ താമസിക്കുന്ന ദേശത്തേക്ക് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കടന്നു ചെല്ലുമ്പോ അവിടെ വെച്ചുകൊണ്ട് വർഷങ്ങൾക്ക് ശേഷം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആ കാലത്തിന് ശേഷം ഖലീഫയായ ആളാണല്ലോ. വർഷം എത്ര കഴിഞ്ഞു? ആ വർഷങ്ങൾക്ക് ശേഷമാണ് ബിലാലിനെ അവിടെ വെച്ചുകൊണ്ട് ഷാമിൽ വെച്ചുകൊണ്ട് കാണുന്നത്. ബിലാലിനെ കണ്ടപ്പോൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് മുത്തം കൊടുത്ത് വർത്തമാനങ്ങൾ പറഞ്ഞ് ആ വേളയിൽ ഉമർ റളിയല്ലാഹു അൻഹു അവിടെ കൂടിയ ആ പുരുഷാരത്തിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് ഒരാവശ്യം പറയുകയാണ് ബിലാലിനോട്. ബിലാൽ, അങ്ങയുടെ വാങ്ക് കേട്ടിട്ട് എത്ര നാളായി, എത്ര വർഷമായി? ആ മദീന പള്ളിയുടെ അകത്തളങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്ന അങ്ങയുടെ ശബ്ദം കേട്ടിട്ട് എത്ര നാളായി? ഒന്നെനിക്ക് വേണ്ടി ബാങ്ക് കൊടുക്കാമോ? അങ്ങയുടെ ശബ്ദം ഒന്ന് ഉയർത്താമോ എന്ന് ചോദിക്കുമ്പോ ഷാമിൽ കൂടിയ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെയുള്ള ആ പുരുഷാരങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് വർഷങ്ങൾക്ക് ശേഷം ബിലാൽ ഇതാ ഉറക്കെ വിളിക്കുകയാണ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അന്ന മുഹമ്മദൻ എന്ന റസൂലുള്ളാഹിന്റെ പേര് പറയുമ്പോ, ആ വചനം പറയുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു കരയുകയാണ്. അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളും കരയുകയാണ്. മഹാനായ ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയുകയാണ്. ആ ബിലാലിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ബിലാൽ, അങ്ങയുടെ ശബ്ദം ഈ അന്തരീക്ഷത്തിലേക്ക് ഉയരുമ്പോ തൊട്ടപ്പുറത്ത് റൂമിൽ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശ്വാസം വിടുന്നത് പോലെ അനുഭവപ്പെടുകയാണ് എന്ന് പറഞ്ഞു കരഞ്ഞ സ്വഹാബത്ത്. ആ സ്വഹാബത്തിന് എങ്ങനെയാണ് റബീഉൽ അവ്വൽ ആഘോഷിക്കാൻ സാധിക്കുന്നത്? എങ്ങനെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങൾക്ക് ശേഷം ഹബീബിന്റെ പേര് പറയുമ്പോൾ പോലും കരഞ്ഞു നടന്ന സ്വഹാബത്ത് മഹദി ഫാത്തിമ റളിയല്ലാഹു അൻഹാ, അവര് അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായതിനു ശേഷം 6 മാസമാണ് ലോകത്ത് ജീവിച്ചത് എന്നാണ്
എന്നാണ് പ്രബലാഭിപ്രായം. 4 മാസം എന്ന അഭിപ്രായമുണ്ട്, 6 മാസം എന്ന പ്രബലാഭിപ്രായ പ്രകാരം മഹദി ഫാത്തിമ റളിയല്ലാഹു അൻഹാ അവര് വീട്ടിലിങ്ങനെ കഴിയുകയാണ്. ആ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ഭർത്താവായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നത് എന്താണെന്നറിയോ? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായതിനു ശേഷം ഫാത്തിമ പിന്നെ ചിരിച്ചിട്ടില്ല. ഫാത്തിമ പിന്നെ ചിരിക്കുന്നത് കണ്ടിട്ടില്ല. മരിക്കുന്നത് വരെ ഫാത്തിമ റളിയല്ലാഹു അൻഹ ചിരിച്ചിട്ടില്ല. കാരണം തന്റെ പിതാവ് വിട്ടുപോയത് റബീഉൽ അവ്വൽ 12-നാണെങ്കിൽ ആ ദിവസം മുതൽ വേദനയുമായി കഴിച്ചുകൂട്ടി മഹദി ഫാത്തിമ റളിയല്ലാഹു അൻഹ 6 മാസം കഴിഞ്ഞ് ആ മഹദി ഈ ലോകത്ത് നിന്ന് വിട പറയുന്നത് വരെ അവൾ ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞത് ആരാന്നറിയുമോ? മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ്. എത്രയോ സഹാബത്തിന്റെ ചരിത്രം, എത്രയോ ആളുകളുടെ ചരിത്രം. പക്ഷെ ഇതൊന്നും നമുക്ക് ബാധകമല്ല, നമുക്കതൊന്നുമല്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സംഘടനക്കാർ പറഞ്ഞതും നമ്മുടെ ആളുകൾ ഇങ്ങനെ ചെയ്യുന്നതും നമ്മുടെ നാട്ടിൽ കുറെ കാലങ്ങളായി ഒരു ആചാരമായി നടന്നു വരുന്നതും അതിന് എന്താണെങ്കിലും ശരി ഞങ്ങൾ ഇങ്ങനെ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ സൂക്ഷിക്കും എന്ന രൂപത്തിൽ നബി വഫാത്ത എന്ന് പറഞ്ഞാലും എന്താണെന്ന് പറഞ്ഞാലും ഞങ്ങൾക്കത് ബാധകമല്ല എന്ന രൂപത്തിൽ വാശിയോടെ ചെയ്യുന്ന ആളുകളുണ്ട്. അവരോട് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാനുള്ളത് ഒന്ന് മാത്രമാണ്. എന്തിനാണ് ഈ പരിപാടി ഇവിടെ ഇങ്ങനെ സംഭവിച്ചത്, അല്ലെങ്കിൽ എന്തിനാണ് ഇവിടെ സംഘടിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ ഇതൊരു ഉദ്റാണ്, എന്ന് വെച്ചാല് ഇത് എത്തിച്ചു തരേണ്ട ഒരു ബാധ്യതയുണ്ട്, പറഞ്ഞു തരേണ്ട ഒരു ബാധ്യതയുണ്ട്, ഇന്നതാണ് സംഭവം എന്ന് പറയേണ്ട ബാധ്യതയുണ്ട്. നിങ്ങൾക്ക് നബിയെ വേണോ? നിങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ സെക്കൻഡിലും നിങ്ങൾക്ക് ഏറ്റെടുക്കാം. ഓരോ സെക്കൻഡിലും, അതൊരു കൊല്ലത്തിലെ, ഒരു മാസത്തിലെ, ഒരു ദിവസത്തിലെ, ഏതാനും മണിക്കൂറുകളിലെ റോഡിന് നടുവിൽ നടത്തുന്ന പ്രകടനങ്ങളിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും കമ്പിൽ കുത്തിയുള്ള ചാട്ടങ്ങളിലോ അല്ല. നേരെ മറിച്ച് അനക്കത്തിലും മടക്കത്തിലും, ഉറക്കത്തിലും ഉണർവിലും, നടത്തത്തിലും ഇരുത്തത്തിലും, അങ്ങനെ ജീവിതത്തിന്റെ മുഴുമേഖലകളിലും ഹബീബിനെ നിങ്ങൾക്ക് കൊണ്ട് നടക്കാം, നബിയെ നിങ്ങൾക്ക് ഏറ്റെടുക്കാം. എല്ലാ രംഗത്തും പ്രവാചകന്റെ ജീവിതത്തെ അനുധാവനം ചെയ്യാം. ആ റസൂൽ പഠിപ്പിച്ച ഇരുത്തം, ആ നബി പഠിപ്പിച്ച നടത്തം, ആ റസൂൽ പഠിപ്പിച്ച ഭക്ഷണക്രമം, ആ റസൂൽ പഠിപ്പിച്ച കുടുംബജീവിതം, എത്രത്തോളം ഉറങ്ങാൻ പോകുമ്പോൾ പോലും ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് വെച്ച് പറഞ്ഞു പഠിപ്പിച്ചു തന്ന ലഫ്ലുകൾ ഒരക്ഷരം പോലും മാറ്റാതെ അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക വഫവ്വദ്തു അംരി ഇലൈക വഅൽജഅതു ളഹ്രി ഇലൈക റഗ്ബതൻ വറഹ്ബതൻ ഇലൈക ലാ മൻജഅ വലാ മൽജഅ മിൻക ഇല്ലാ ഇലൈക ആമന്തു ബികിതാബിക അല്ലദീ അൻസൽത വബിനബിയിക അല്ലദീ അർസൽത എന്ന വാചകം അടക്കം അല്ലാഹുവിന്റെ റസൂൽ ഒരു പകലിന്റെ അവസാനമായി രാത്രിയിൽ കടന്ന് ആ രാത്രിയിൽ പ്രവാചകന്റെ വിരിപ്പിലേക്ക് ചെന്നാൽ എല്ലാം പറഞ്ഞതിനു ശേഷം അവസാനമായി നബി ഉച്ചരിക്കണമെന്ന് പറഞ്ഞു പഠിപ്പിച്ച ആ പ്രാർത്ഥനയടക്കം അവിടെ നിന്ന് ഉണർവിൽ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ എന്ന ലഫ്ളടക്കം ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴും ഉറങ്ങുമ്പോഴും എത്രത്തോളം ടോയ്ലറ്റിലേക്ക് കയറുമ്പോ ഇടതുകാലൊക്കെ വെച്ചുകൊണ്ട് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബതി വൽ ഖബായിസ് എന്ന പ്രാർത്ഥനയടക്കം വാഹനത്തിൽ കയറുമ്പോഴടക്കം ഒരു കയറ്റം കയറുമ്പോഴടക്കം ആ കയറ്റം ഇറങ്ങുമ്പോഴടക്കം ആ കയറ്റത്തിന്റെ ഉച്ചസ്ഥാനത്തെത്തിയാലടക്കം അങ്ങനെ ജീവിതത്തിന്റെ അടക്കത്തിലും അനക്കത്തിലും ബിസുന്നത്തി റസൂലില്ലാഹ് അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ട് നിനക്ക് ബർക്കത്തെടുക്കാം, പ്രവാചകന്റെ സുന്നത്ത് കൊണ്ട് നിനക്ക് ബർക്കത്തെടുക്കാം, പ്രവാചകന്റെ സുന്നത്ത് കൊണ്ട് നിനക്ക് അനുഗ്രഹം നേടാം. അതുകൊണ്ട് ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും സ്വന്തം പ്രാണനേക്കാൾ വില നൽകിക്കൊണ്ട് നടക്കേണ്ട ഹബീബ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് നടക്കുകയല്ലാതെ പിൽക്കാലഘട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂൽ ആ നടത്തിയ പ്രവചനങ്ങളെ അന്വർത്ഥമാക്കിക്കൊണ്ട് കടന്നു വന്ന പിൽക്കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ സഹാബത്ത് കണ്ടിട്ടില്ലാത്ത, താബിഉകൾ അറിഞ്ഞിട്ടില്ലാത്ത, താബികൾക്ക് സ്വീകരിക്കേണ്ടി വന്നിട്ടില്ലാത്ത ഒരാദർശം സ്വീകരിച്ച് അവരൊന്നും പോകാത്ത സ്വർഗത്തിലേക്ക് പോകാനിരിക്കുകയാണോ നമ്മൾ? അവരൊന്നും കിടക്കാത്ത സ്വർഗത്തിലേക്ക് അവർ ചെയ്തതിനപ്പുറം ചെയ്തിട്ട് കിടക്കാനിരിക്കുകയാണോ നമ്മൾ? എന്നാൽ അവര് പോയ സ്വർഗത്തിൽ അവർ നടന്ന വഴിയിലൂടെ നടന്ന് എത്തുകയല്ലാതെ വേറെ ഒരു വഴിയും ആ സിറാത്തുൽ മുസ്തഖീമിലില്ല എന്ന് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും തയ്യാറാകണമേ. അതിന്
മനസ്സ് വെക്കണമെന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അല്ലാഹുവേ, ഇതൊരു മഅ്ദറത്തായി നീ സ്വീകരിക്കണേ അല്ലാഹ്. റബ്ബേ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, ഭാവിയിൽ ഇത് കേൾക്കാതിരിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് മുഴുവനും ഞങ്ങൾ ഇത് എത്തിച്ചു കൊടുക്കുകയാണ് റബ്ബേ. അല്ലാഹുവേ, നിന്റെ ദീൻ നിന്റെ ഹബീബ് പഠിപ്പിച്ചതാണെങ്കിൽ, ആ ഹബീബിലൂടെയാണ് നിന്റെ ദീൻ പൂർത്തിയാക്കിയതെങ്കിൽ, ആ ദീൻ അങ്ങനെ തന്നെ ഇവിടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ജനത, അത് അവിടെ അങ്ങനെ തന്നെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സമൂഹം, അതങ്ങനെ തന്നെ പരിപാലിക്കുന്ന ഒരു സമൂഹം, ആ സമൂഹത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണം റഹ്മാനെ. അല്ലാഹുവേ, അതേ അപരിചിതരായി ഉറവാകുകളായി പ്രവാചകന്റെ ഉസറാവുകൾ സ്വീകരിച്ച വഴി സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങൾക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ, നാളെ പാരത്രിക ലോകത്തിൽ നിന്റെ പ്രവാചകനോടൊപ്പം കഴിയാൻ, നിന്റെ പ്രവാചകനോടൊപ്പം സഹവസിക്കാൻ, നിന്റെ പ്രവാചകനെ കൂട്ടുകാരായി കിട്ടുന്ന ആളുകളെന്ന് നീ പരിചയപ്പെടുത്തിയ ആളുകളുണ്ടല്ലോ. فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا എന്ന ഖുർആനിലൂടെ നീ പ്രഖ്യാപിച്ച ഗണത്തിൽ അല്ലാഹുവേ ഞങ്ങളെയും നീ ഉൾപ്പെടുത്തണേ. അല്ലാഹുവേ, ആ വഴിയിലൂടെ ഞങ്ങളെ നയിക്കണമേ. ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണേ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുജനങ്ങൾ, ഞങ്ങളെ സ്നേഹിക്കുന്നവർ, ഞങ്ങളുടെ അയൽവാസികൾ, അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടുകുടുംബാദികൾ, അല്ലാഹുവേ, ഒരു സലാം കൊണ്ടെങ്കിലും നിങ്ങൾ പരിചയപ്പെട്ട മുഴുവൻ ആളുകൾ, അവർക്കെല്ലാം നീ മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുകയും നാളെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അല്ലാഹുവേ നീ പ്രത്യേകം നിഅമത്ത് ചൊരിയുകയും ചെയ്യണം റഹ്മാനേ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബൻ നാർ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. റബ്ബനാ اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.